वासादि गौरभक्तवृंदाम। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदाम। उग्रं वीरं महाविष्णुं जगन्तं सर्वतोमुखं नरसिंहं भीषणं भद्रं मृत्योर्मृत्युं नमाम्यहम्। जय नरसिंह श्री नरसिंह जय जय नरसिंह। जय प्रह्लादेश जय पद्ममुख मुख पद्मभृंग पत्युग्नाश नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिल प्रभुपाद की जय। गौर प्रेमानंदी। हरि हरि बोल। ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ സവിതാ മാതാജി. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ സൗമിനി മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസ് മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ ബിന്ദു പ്രഭുജി. ഹരേ കൃഷ്ണ ശൈലജ മാതാജി ആൻഡ് സുഗതം പ്രഭു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ആം, ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് പുതിയതായിട്ട് ഒരാള് ചേർന്നിട്ടുണ്ട്, സൗമിനി രാജൻ അല്ലെ? ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരുന്നു. മൈക്ക് ഓണാക്കിയിട്ട് പരിചയപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ പരിചയപ്പെടുത്തുക. അല്ലെങ്കിൽ എങ്ങനെയാണ്, ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്താണെങ്കിൽ അവർ പറഞ്ഞാലും മതി. അപ്പൊ നമ്മള് ഇന്ന് നമുക്കറിയാം ജഗന്നാഥ രഥയാത്രയെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. സൗമിനി മാതാജി അത് ഞാൻ റെഫർ ചെയ്തായിരുന്നു. അത് ആ നെറ്റിന്റെ എന്തോ പ്രശ്നമുണ്ടോ? മെസ്സേജ് അയച്ചു കേട്ടോ. അതെയോ? കുഴപ്പമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അപ്പം സൗമിനി മാതാജിക്ക് ഞങ്ങളുടെ ഈ സത്സംഗത്തിലെ എല്ലാവരുടെയും പേരിലും ആ, സ്വാഗതം. അപ്പം കാര്യം നേരത്തെ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ചിലപ്പം കുറച്ചിങ്ങനെ കടന്നു പോയത് കാരണം ഒരു പക്ഷേ ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. പക്ഷെ പതുക്കെ മനസ്സിലാകും. കാര്യം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞെടുത്താണ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ അതിന്റെ യൂട്യൂബില് അതിന്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പം രണ്ടാമത് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും കേട്ട് നോക്കാവുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഒരു നോട്ട് എഴുതി പോകുന്നുണ്ടെങ്കിൽ, നോട്ട് എഴുതി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്. ക്ലാസ് കഴിയുമ്പോഴേ നമ്മളൊരു ഡിസ്കഷൻ ഉണ്ട്, എന്താണ് മനസ്സിലായെന്നുള്ള. അപ്പൊ ആ സമയത്ത് കുറച്ചൊക്കെ നമുക്കത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഹരേ കൃഷ്ണ രതി ദേവി മാതാജി. മാതാജി ആദ്യം ഹരി ജോയിൻ ഹരേ ചെയ്തിട്ട് കൃഷ്ണ. സൗണ്ട് ഇല്ല. ശബ്ദം ഇല്ല. അപ്പൊ എന്റെ അസുഖം മാതാജിക്ക് കിട്ടിയോ? എനിക്ക് സൗണ്ട് ഇല്ലായിരുന്നു. എനിക്ക് നേരത്തെ ഉണ്ട്, ഇപ്പോഴല്ല. അതുകൊണ്ട് ഒന്നും വയ്യ. പനിയുണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. ഹരേ കൃഷ്ണ വയ്യ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് മാതാജിക്ക് വേണ്ടിയിട്ട് 3 പ്രാവശ്യം പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് മാതാജിക്ക് റിക്കവർ ആയി വരാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ അപ്പം കൃഷ്ണ. നമ്മള് കണ്ടു. ഞാൻ ജഗന്നാഥ രഥ ഹരേ കൃഷ്ണ ഗീതാ മാതാജി. നമ്മള് ജഗന്നാഥ രഥയാത്രയെ പറ്റി ഞാൻ കംപ്ലീറ്റ് ഉള്ള പ്രോഗ്രാമിനെ പറ്റി കുറച്ച് ആ, ഒരു വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾക്ക് കണ്ടോ എന്ന് എനിക്കറിയില്ല. ഓരോ ചടങ്ങുകളെ പറ്റിയൊക്കെ ഞാൻ ക്ലാസ്സും എടുത്തിരുന്നു. അതുകൂടാതെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഓരോ ഘട്ടങ്ങള്. അപ്പൊ ഇന്ന് ശ്രീമന്ദിരത്തിലേക്കുള്ള മടക്കയാത്രയാണ്. ഞാൻ ലൈവ് വെച്ചിരിക്കുകയായിരുന്നു ഇത്രയും നേരം. അപ്പം വളരെ നല്ല രീതിയിൽ ജഗന്നാഥൻ വളരെ ആർമാദിച്ച് തിരിച്ച് ശ്രീമന്ദിരത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈവ് യൂട്യൂബിൽ വെച്ചിരിക്കുന്നവരൊക്കെ കാണാൻ സാധിക്കുമായിരിക്കും. അവിടുത്തെ ആളും ജനക്കൂട്ടവും അവരുടെയൊക്കെ ആ ഒരു ഭാവവും ഒക്കെ, അവര് ഗോലോകത്തിൽ ജീവിക്കുന്ന മാതിരിയാണ് നമുക്കിവിടെ നോക്കുമ്പോൾ തോന്നുന്നത്. അത്രയ്ക്ക് ആഹ്ലാദം ആനന്ദിച്ചിട്ട് ഇപ്പൊ നമുക്കൊക്കെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും ജഗന്നാഥന്റെ കൃപയുണ്ടാകട്ടെ രഥയാത്രയിൽ പങ്കെടുക്കാൻ. പിന്നെ രാമായണ മാസം ഒക്കെയാണ്. ഞാൻ എല്ലാ പ്രാവശ്യവും ഒക്കെ ഇതില്
എന്താണ് പറയുന്നത്, രാമായണം നമ്മൾ സൂമില് വായിക്കാറുള്ളതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇപ്രാവശ്യം എന്തായാലും ഗുരുത്വത്തിന് അതിനു മുൻപേ എന്റെ ശബ്ദം പോയി. രാമായണ മാസം തുടങ്ങുന്നതിന് മുൻപേ തന്നെ അങ്ങനെ. പിന്നെ ആരും ചോദിച്ചതുമില്ല. പിന്നെ ഞാൻ ഓർത്തു, ഞാനും ഒറ്റയ്ക്കല്ലേ, ഫാമിലിയൊക്കെ നാട്ടിൽ പോയി. അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം അവരിവിടെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എല്ലാം അങ്ങോട്ട് ഒരുമിച്ച് എല്ലാം കൂടെ നടക്കില്ല. എല്ലാ ദിവസവും ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പാചകവും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ബുദ്ധിമുട്ടിലാകും. അപ്പൊ അങ്ങനെ ആ, അത് ഞാൻ തൽക്കാലം ഇല്ലാന്ന് വെച്ചു. പക്ഷെ ഇടയ്ക്ക് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ, സമയമൊക്കെ സാഹചര്യം ഉണ്ടെങ്കിലും അറിയിക്കുകയാണെങ്കിൽ, ആരുടെയും അപ്പോൺ റിക്വസ്റ്റ് നമുക്ക് അത് എടുക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേർത്തിട്ട് 1 മണിക്കൂർ ഏതെങ്കിലും വീക്ക് ഡേയ്സിൽ, ഫ്രൈഡേ അല്ലാത്ത ദിവസങ്ങളിൽ, ഫ്രൈഡേയും വെനസ്ഡേ അല്ലാത്ത, ബുധനാഴ്ച നമുക്ക് ഭാഗവതം ക്ലാസ് ഉണ്ടല്ലോ, അപ്പൊ അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പം ഭഗവത്ഗീതയിലെ ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്ക് വേണ്ടിയിട്ട് പറയാണ്, ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളാണുള്ളത്. 18 അധ്യായങ്ങളില് നമ്മളിപ്പം 5 അധ്യായങ്ങൾ കഴിഞ്ഞു. 5 അധ്യായങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഇപ്പൊ 6ാമത്തെ അധ്യായമായ ധ്യാന യോഗത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ധ്യാന യോഗത്തിലെ 3 ശ്ലോകങ്ങൾ എടുത്തു. അപ്പോൾ ഈ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് ആദ്യം തന്നെ ഞാൻ ആ, പ- പറഞ്ഞു ഒരു സമ്മറി പോലെ. നമുക്ക് കലിയുഗത്തിലെ ഈ ധ്യാനം അങ്ങനെ നമുക്കത്ര ആ, അത് ആപ്ലിക്കബിൾ അല്ല. കാര്യം ധ്യാനം ചെയ്യാൻ പറ്റിയുള്ള സാഹചര്യങ്ങളോ അതിന് പറ്റിയ ഒരു അവസ്ഥയോ അല്ല കലിയുഗത്തിൻ്റെത്. അപ്പൊ കലിയുഗത്തില് ഹരികീർത്തനമാണ്, അതായത് ഹരിനാമ സങ്കീർത്തനമാണ് കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള ഉപാധി. നമ്മളുടെ എല്ലാ ശാസ്ത്രങ്ങളും പുരാണങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹരിനാമ സങ്കീർത്തനമാണ്, നാമസങ്കീർത്തനം. അതായത് ഭക്തിയോഗയാണ് കലിയുഗത്തിൽ ഏറ്റവും ബെറ്റർ. ധ്യാനയോഗ, ധ്യാനത്തിൽ കൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സാണ് ധ്യാനയോഗം. യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, ധ്യാനത്തിൽ കൂടെ, മെഡിറ്റേഷനിൽ കൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന പ്രോസസ്സ്. അപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്താലും മതി. പക്ഷെ അത് എന്താണ്, നമ്മളൊരു സ്റ്റെപ്പ് കയറി 100 നിലയുള്ള കെട്ടിടത്തിന് മുകളിൽ ചെല്ലുന്ന ഒരു രീതിയിലും, പക്ഷെ ഹരിനാമം ജപിക്കുന്നവരോ ഒരു എലിവേറ്ററിൽ അല്ലെങ്കിൽ ലിഫ്റ്റ് കയറി 100 നില കെട്ടിടത്തിന് മുകളിൽ കയറുന്ന പോലെ അത്രയും അജഗജാന്തര വ്യത്യാസമുണ്ട് ധ്യാനവും അതുപോലെ തന്നെ ഭക്തിയോഗയും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ധ്യാനയോഗയും ഭഗവാൻ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പോകാം, അങ്ങനെ പോകാം, എല്ലാ വഴികളും നമുക്ക് പറഞ്ഞു തരികയാണ്. നമുക്കത് സെലക്ട് ചെയ്യാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം സനാതനധർമ്മം നമുക്ക് തരുന്നുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെ 3 ശ്ലോകത്തിൽ കൂടെ എപ്പോഴും കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ആദ്യം മുതൽക്കേ ധ്യാനാവസ്ഥയിലാണ്. എപ്പോഴും കൃഷ്ണസേവനത്തിൽ അയാളുടെ ലൗകിക പ്രവർത്തനങ്ങളെല്ലാം നിലച്ചതായും കാണാം. അപ്പൊ സദാ കൃഷ്ണനെ പറ്റി വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ ലൗകിക പ്രവർത്തനങ്ങളെല്ലാം നിലച്ചായി കാണാം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ശ്ലോകത്തിലെ അവസാനത്തെ ആ ഒരു കാര്യം എന്താണ്? അയാള് എവിടെയാണ് ജീവിക്കുന്നത്? സദാ കൃഷ്ണനെ പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഭഗവാന്റെ സദാ ഗോപികയായിരിക്കും, അല്ലെ? അവർ ഗോലോക വൃന്ദാവനത്തിലായിരിക്കും ജീവിക്കുന്നത്, സദാ കൃഷ്ണനെ പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? അപ്പൊ നമ്മള് ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കേണ്ട അവരല്ല. അപ്പൊ അങ്ങനെയുള്ളവരുടെ ലൗകിക പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ടാകാം, ഇല്ലാവാം. ഇതൊന്നും എന്താണ്, ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ, ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ അവരെ അലട്ടുകയോ അത് അവരെ ബാധിക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ടാണ് അവര് ഇവിടെ അല്ല ജീവിക്കുന്നത്, സദാ ഭഗവാനെ പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ? അവർ ഏത് പ്രദേശത്താണോ, ഏത് സ്ഥലത്താണോ, ഏത് ഇതാണെന്നോ ഒന്നും അതിലൊരു ഒരു വ്യത്യാസമില്ല. കാര്യം എന്താണ്? അവർ സദാ ഭഗവാനെ പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ ലോകത്തിലാണ്. ചിലപ്പം നമ്മൾ ഗോലോകത്തിൽ അല്ല, അവർക്ക് എവിടെയും ഗോലോകമായിരിക്കും, അല്ലെ? വൃന്ദാവനം അല്ലെങ്കിൽ ഗോലോകം, അവര് താമസിക്കുന്ന എവിടെയും അവര് വൃന്ദാവനത്തിനെ കൊണ്ടുവരും. അതാണ് ആ വ്യത്യാസം, അല്ലേ? ജ്ഞാനാംബിക മാതാജിക്ക് വീട്ടിലിരുന്നുകൊണ്ട് മാതാജിക്ക് ഗോലോക വൃന്ദാവനത്തെ അവിടെ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ പറ്റും? നമ്മൾ സദാ ഭഗവാനെ പറ്റി വിചാരിച്ചുകൊണ്ടിരുന്നാൽ മാതാജിയുടെ വീട് ഗോലോക വൃന്ദാവനമായി തീരും. പണ്ടൊരു ഇത് പറയുമ്പോ പ്രഭു എന്താ പറയാ, മൈസറായിട്ടിരിക്കുന്നിടം കോടതിയാണ് എന്ന് പറഞ്ഞ പോലെ ഭഗവാനെ വിചാരിക്കുന്നിടം ഗോലോക വൃന്ദാവനമാണ്. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ നമ്മൾ കാണാൻ പഠിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ് നമുക്ക് എന്താണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലവും നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലവും എല്ലാം നമുക്ക് ഇതാകാൻ പറ്റും, ഗോലോകമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ
ഇനി നമുക്ക് അടുത്ത 4-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. യഥാഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനു ഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. യഥാഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനശുജ്യതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. യഥാഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനശു ഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. ഹരേ കൃഷ്ണ. ആ, നമുക്ക് ആരോടാണ് സബിത മാതാജി? ഹരേ കൃഷ്ണ. യദാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസു നിഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണമാരി മാതാജി. ഹരേ കൃഷ്ണ. യഥാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢ തദോച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് ജ്ഞാനാംബിക മാതാജി. ശ്ലോകം യഥാ ഹി നേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുജ്യതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢസ്തദോച്യതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. യഥാ യാതൊരിക്കൽ ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയ സുഖങ്ങളിൽ കർമ്മസ്യ കാമ്യകർമ്മങ്ങളിൽ ന അനുഷജ്ജതേഹി തീർച്ചയായും വ്യാപരിച്ചിരിക്കും. തഥാ അപ്പോൾ സർവസങ്കല്പ സന്യാസി ഭൗതികാഭിലാഷങ്ങളെല്ലാം ത്യജിച്ച സ അദ്ദേഹം യോഗാരൂഢൻ എന്ന് ഉച്ചതേ പറയപ്പെടുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയോ ഫലം ഉദ്ദേശിച്ചു യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢൻ എന്നു പറയാം. അതിന്റെ ഭാവാർത്ഥം നമുക്ക് ശിലപ്രഭാതർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഭാവാർത്ഥം ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയ് ശ്രീല പ്രഭുവാദ്. അതീന്ദ്രിയ പ്രേമപൂർവം ഭഗവത് സേവനത്തിൽ മുഴുകിയ ഒരാൾ സ്വയം തൃപ്തനാണ്. അയാൾ മേലിൽ ഇന്ദ്രിയ സുഖപൂരണത്തിലോ ഫലോദിഷ്ട കർമ്മങ്ങളിലോ ഏർപ്പെടുകയില്ല. പ്രവൃത്തികളൊന്നും കൂടാതെ മനുഷ്യന് ജീവിക്കാനാവില്ലെന്ന നിലയ്ക്ക് ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ടി വരുമല്ലോ. കൃഷ്ണാബോധമില്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തോടു കൂടിയോ വിശാല തലത്തിലുള്ള സ്വാർത്ഥതയോടു കൂടിയോ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. കൃഷ്ണാവബോധത്തിൽ ഒരാൾക്ക് ഏത് കർമ്മവും കൃഷ്ണപ്രീതിക്കായിക്കൊണ്ട് ചെയ്യാനും അങ്ങനെ ഇന്ദ്രിയ സുഖാഭിലാഷത്തിൽ നിന്ന് തികച്ചും ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും. ആ വിധം ഒരു സാക്ഷാത്കാരത്തിന് ഇടവരാത്തവർ യോഗ സോപാനത്തിന്റെ മുകൾ പടവേറുന്നതിന് മുൻപ് ഭൗതിക തൃഷ്ണങ്ങളിൽ നിന്ന് സ്വയം മോചിതരാകാൻ യാന്ത്രികമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെ വേണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക തൃഷ്ണകളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയോ ഫലമുദ്ദേശിച്ചോ യാതൊന്നും പ്രവർത്തിക്കാത്ത ആളെ യോഗാരൂഢൻ എന്ന് പറയാം. അതായത് നമ്മൾ യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇങ്ങനെയാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പഠിക്കും. അതായത് നമ്മൾ ഈ ശ്വസന പ്രക്രിയ ശ്വാസം നിയന്ത്രിച്ചും അതുപോലെ തന്നെ ഓരോ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും അതുപോലെ ആ ധ്യാനത്തിലും ആ ഒരു പ്രത്യേക അംഗത്തിലൊക്കെ ഇരുന്ന അഷ്ടാംഗ യോഗത്തിലെ ഓരോ ആ ഒരു നമ്മളുടെ ആ പത്മാസന അതുപോലെ ഓരോ ആസനത്തിലൊക്കെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ആ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാനായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ആ നിയന്ത്രിക്കാനായിട്ട് പഠിച്ചു കഴിയുമ്പോൾ അപ്പൊ ഇന്ദ്രിയ സുഖങ്ങളിലോടുള്ള വലിയൊരു ആ ഒരു ആസക്തി അതായത് ഉണ്ടായെങ്കിൽ തന്നെ അത് നിയന്ത്രിക്കാനായിട്ട് അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നത് പഠിക്കാനായിട്ട് അങ്ങനെയുള്ളവർക്ക് അത് സാധിക്കും. ഇന്ദ്രിയങ്ങളെ ആ ഒരു ഒരുപാട് നാളിങ്ങനെ ഈ പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പം
ചിലപ്പോൾ ഒരു പക്ഷെ അവര് എന്തായിരിക്കും, ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആള് അതൊക്കെ ഒരു ഫലം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ചെയ്യുന്നത് അല്ലേ. അവർക്ക് ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ശ്വാസപ്രക്രിയ ഉണ്ട്, ചിലപ്പോൾ ഒരു അസുഖം വന്നിട്ടുണ്ട്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ചിലർപ്പം ചിലരുടെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമായിരിക്കാം, മനസ്സ് സ്ട്രെയിറ്റ് ആക്കി വെക്കാനായിട്ട്, ഏകാഗ്രതമായിട്ട് നിൽക്കാനായിരിക്കാം. ഒരുപക്ഷെ ചിലർക്ക് എന്താണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായിരിക്കും, അത് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലർക്ക് എന്താണ് പറയുക ശ്വാസം മുട്ടലുണ്ടായിരിക്കും, ചിലപ്പോൾ അത് മാറ്റാനായിട്ടായിരിക്കും. അങ്ങനെ ചിലർക്ക് ചില ജോയിന്റ് പെയിനും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും വിഷമങ്ങളും. അപ്പൊ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ഓരോ ഫലം ഉദ്ദേശിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ഒക്കെ ചെയ്യുന്നത്, ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര്. അപ്പൊ അങ്ങനെ യാതൊരു ഫലവും ഉദ്ദേശിക്കാത്ത ഇതുപോലെ യോഗ പ്രാക്ടീസ് ചെയ്ത ആ യോഗയുടെ ഒരു ആം, ആ ഒരു പാരമ്യത്തിൽ എത്തിച്ചേരുന്ന ആ ഒരു വ്യക്തിയെ യോഗാരൂഢൻ എന്ന് വിളിക്കുന്നു എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കിത് രണ്ട് രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ അല്ലേ. ഈ വ്യായാമങ്ങൾ, ശാരീരിക വ്യായാമങ്ങളൊക്കെ എന്താണ്, ശരീരം എന്താ പുഷ്ടിപ്പെടുത്തി നല്ല നല്ലൊരു ബോഡി, അതായത് ചാടാത്ത ഒരു വയറും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്താണ് പറയുന്നത്, നമുക്ക് നല്ല ബലമുള്ള ഊരുള്ള ഒരു ശരീരം, അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും പെട്ടെന്ന് ബാധിക്കാത്ത ഒരു ശരീരം, അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയ ഒരു മനസ്സ്, അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെയൊക്കെ എന്താണ് ഇങ്ങനെ കയറൂരി വിട്ടുപോലെ പോകത്തില്ല, അതിനെ ഒരു കൺട്രോള്, ഇങ്ങനെ ഒക്കെ ഒരു ഫലകാംക്ഷയോടുകൂടി ഇത് ചെയ്ത് ഇന്ന ഇതും കൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇതാണ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഭഗവാൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നേ ഇല്ല എങ്കിൽ എന്താണ് അവര് ഈ ഭൗതിക അഭിലാഷം ഒരു കാര്യ സാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വളരെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാകും. അവിടെ ഈ ഇന്ദ്രിയ സുഖാനുഭവങ്ങൾ ഫലോദിഷ്ടം, അവിടെ ഫലം എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരെന്താണ് യോഗാരൂഢൻ എന്നുള്ള പദവിയിലേക്ക് അവർ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ആ ആരൂഢം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് യോഗത്തിലെ പല സ്റ്റേജുകളിൽ ഉണ്ട്, അതിലെ യോഗാരൂഢൻ എന്നുള്ള ആ പദവിയിലേക്ക് എത്തിച്ചേരും. ഇനിയും ഉള്ള ശ്ലോകങ്ങളിലൊക്കെ യോഗയുടെ ആ ഒരു പല സ്റ്റേജിനെ പറ്റിയൊക്കെ പറയുന്ന 10 വായുക്കളെ നിയന്ത്രിക്കുന്നതും, അപാനൻ വ്യാനൻ എന്നൊക്കെ പറഞ്ഞിട്ട് 10 വായുക്കളുണ്ട്, ആ വായുക്കളെയൊക്കെ നിയന്ത്രിക്കുന്നതും അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനിയുള്ള തുടർന്നുള്ള ശ്ലോകങ്ങളിൽ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഭൗതിക അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും ഈ ഒരു പദവിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം നമ്മളിവിടെ അടിവരയിട്ട് മനസ്സിലാക്കണം. അല്ലാത്ത വ്യക്തികളൊക്കെ തന്നെ യോഗാരൂഢൻ എന്നുള്ള പദവിയിൽ എത്തിച്ചേരാനായിട്ട് അർഹതയുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത 5-ാമത്തെ ശ്ലോകം. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ വിഭുരാത്മനഃ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ വിഭുരാത്മനഃ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവ അസദാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ശ്ലോകം 5. ഓ നമോ ഭഗവതേ വാസുദേവായ. ഉദ്ധരാത്മാനോരാത്മാനം നാസാദോയതേ ആത്മാവാ കൃത്യോനോ ബന്ധുരാത്മാവാ വിഭൂരാത്മനഃ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അടുത്ത പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഉദ്ധരേദാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുർ ആത്മൈവ രിപുരാത്മനാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. പുസ്തകം എടുത്തില്ല. കുഴപ്പമില്ല. അടുത്ത നമ്മുടെ ഈ എന്താണ് മാധവി രാധ മാതാജി. ഉണ്ടോ? ഇല്ല.
മാധവി രാധ മാധവി. ഉത്തരേതാത്മനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രൂപുരാത്മനഃ. ഹരേ കൃഷ്ണ. മാതാജിയുടെ പേര് വീണ്ടും മാറിയല്ലോ, റിയൽമി എന്നൊക്കെ ആയി മാറി. ഓക്കെ, കുറച്ച് നാളിന് ശേഷമാണ് കാണുന്നത്. വയ്യ, ഹരേ കൃഷ്ണ. പേരൊക്കെ പോയാ? പേരൊക്കെ പോയി. ഹരേ കൃഷ്ണ. സാരമില്ല, എനിക്ക് പതുക്കെ മാറ്റാം. പുതിയ പേര് വന്നല്ലേ പ്രഭുജി. അതെ അതെ അതെ. എനിക്ക് ശബ്ദമല്ല, രാമായണം വായിച്ച ശബ്ദം അത്രയും പോയി. കൃഷ്ണ ഭഗവാനെ, എനിക്ക് രാമായണം എന്ത് വായിക്കുന്നതിന് മുൻപേ ചെയ്യാ? പോയി. ഇപ്പൊ ഇന്ന് 8 ദിവസം ആയുള്ളൂ, അതിനിടയ്ക്ക് ശബ്ദം അത്രയും പോയി. ഭഗവാനെ. അപ്പൊ നമുക്ക് അതിന്റെ ശ്രീല പ്രഭാതരുടെ പദാനുപത തർജ്ജമ നോക്കാം. ആത്മന സ്വയം മനസ്സിലാക്കൽ, ആത്മാനം ബദ്ധനായ ആത്മാവിനെ ഉദ്ധരിക്കണം, ആത്മാനം ബദ്ധനായ ആത്മാവിനെ ന അവസാദ അധപ്പതിക്കരുത്. ഹി എന്തെന്നാൽ ആത്മന ബദ്ധാത്മാവിന്റെ ബന്ധു ആത്മാ ഏവ മനസ്സു തന്നെ. ആത്മന ബദ്ധ ജീവാത്മാവിന്റെ രിപു ശത്രുവും ആത്മാ ഏവ മനസ്സു തന്നെ. വിവർത്തനം ഭാവാർത്ഥം ദിവ്യഗിരി സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. മനുഷ്യന്റെ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം, അധപ്പതിക്കരുത്. ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രുവും. ഹരേ കൃഷ്ണ. നമുക്ക് ഭാവാർത്ഥം വായിച്ചു നോക്കാം. ജാതിയ മാതാജി, ഹരേ കൃഷ്ണ, വെൽക്കം ബാക്ക്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി യാത്രയിൽ എങ്ങാനും ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? ഞാന് ബാംഗ്ലൂർക്ക് ഇവിടെ വന്നപ്പോ ബാംഗ്ലൂർക്ക് പോകേണ്ടി വന്നു. അവിടെ മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇനി ഇവിടെ വന്നപ്പോ മക്കളുടെ അടുത്തേക്ക് പോകേണ്ടി വരുന്ന പല ആവശ്യങ്ങളും. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മാവെന്ന പദം സന്ദർഭത്തിനനുസരിച്ച് ശരീരത്തെയോ മനസ്സിനെയോ ജീവനെയോ സൂചിപ്പിക്കുന്നു. യോഗശാസ്ത്ര പ്രകാരം മനസ്സിനും ബദ്ധാത്മാവിനും സവിശേഷ പ്രാധാന്യമുണ്ട്. യോഗ പരിശീലനത്തിന്റെ കേന്ദ്രബിന്ദു മനസ്സാകയാൽ ഇവിടെ ആത്മപദം മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. മനോനിയന്ത്രണവും ഇന്ദ്രിയ വിഷയങ്ങളുടെ ആകർഷണ വലയത്തിൽ നിന്ന് അതിനെ വിമോചിപ്പിക്കലുമത്രേ യോഗത്തിന്റെ ലക്ഷ്യം. ബദ്ധനായ ആത്മാവിനെ അജ്ഞാനത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്നും കയറ്റാൻ ഉതകുന്ന പരിശീലനം മനസ്സിന് നൽകണം. ഒരാൾ ഭൗതിക ലോകത്തിൽ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും സ്വാധീനതയിൽ പെട്ടുപോകുന്നു. ഭൗതിക പ്രകൃതിക്ക് മേൽ ആധിപത്യം നേടാൻ ആഗ്രഹിക്കുന്ന മിഥ്യാഹങ്കാരവുമായി മനസ്സ് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ വിശുദ്ധനായ ആത്മാവ് ഭൗതിക ലോകത്തിൽ കുടുങ്ങിയിരിക്കുന്നത്. അതിനാൽ ഭൗതിക പ്രകൃതിയുടെ തിളക്കത്തിലാകൃഷ്ടമാകാത്ത വിധം മനസ്സിനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. എന്നാലേ ബദ്ധനായ ആത്മാവിന് രക്ഷയുള്ളൂ. വിഷയങ്ങളോടുള്ള ആകർഷണത്താൽ സ്വയം അധപ്പതിക്കരുത്. വിഷയങ്ങളാൽ എത്രമാത്രം ആകൃഷ്ടനാകുന്നുവോ അത്രത്തോളം ഒരാൾ ഭൗതിക അസ്തിത്വത്തിൽ കുടുങ്ങിപ്പോകും. കൃഷ്ണാബോധത്തിൽ സദാ മനസ്സുറപ്പിക്കുകയാണ് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഉത്തമ മാർഗം. ഈ നിർദ്ദേശത്തിന് ഊന്നൽ കൊടുക്കുകയാണ് ഹി എന്ന പദം. അതായത് ഒരാൾ നിശ്ചയമായും ചെയ്യണം. മന ഏവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോ ബന്ധായ വിഷയാസംഗോ മുക്തേ നിർവിഷയം മന. മനുഷ്യന് ബന്ധനത്തിനും മോചനത്തിനും മനസ്സു തന്നെ കാരണം. വിഷയാസക്തമാകുമ്പോൾ ബന്ധനത്തിനും വിഷയങ്ങളിൽ നിന്ന് വേർപെട്ടാൽ മുക്തിക്കും അത് ഹേതുവാകുന്നു. അമൃതബിന്ദു ഉപനിഷത്ത് 2. അതിനാൽ എല്ലായ്പ്പോഴും കൃഷ്ണാബോധത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് പരമമുക്തിക്ക് കാരണമാണ്. ഹരേ കൃഷ്ണ തുള്ളി. ഹരേ കൃഷ്ണ. ഇത് വളരെ നല്ല ഒരു ശ്ലോകമാണ്. നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടെ സ്വയം ഉദ്ധരിക്കണം. എങ്ങനെയാണ് മനസ്സിന്റെ സഹായത്തോടെ നമുക്ക് ഉദ്ധരിക്കാനായിട്ട് പറ്റുന്നത്? മനസ്സല്ലേ മനസ്സ് എല്ലാം ഭഗവാനിൽ ചിന്തിക്കുന്നത്. കേന്ദ്രീകരിക്കണം. മനസ്സ് ഭഗവാനിൽ അത് തന്നെ, അതായത് മനസ്സ് ഭഗവാനിലോട്ട് ചെയ്യുന്ന അതായത് പ്രവൃത്തികളെല്ലാം ഭഗവാന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ഭക്തിയുത സേവനം. അതെ, കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുൾ. അതായത് നമുക്ക് ഈ സിഗ്നൽസ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മളുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് അല്ലേ? ഈ പുറമേ നിന്നുള്ള അതെ. നമ്മളുടെ പുറമേ കാണുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതും ഒക്കെ ചെയ്യുന്നത് ഈ പുറമേ കാണുന്ന 5 അവയവങ്ങളുണ്ട് അല്ലെ? എന്താണ്? പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? അതെ. കണ്ണ്,
മൂക്ക്, കണ്ണ്, അതുപോലെ ചെവി, തന്നെ മൂക്ക്, തൊക്ക്, അതുപോലെ തന്നെ വായ. നാക്ക്, അതുപോലെ തൊക്ക്, ഇതൊക്കെയാണല്ലേ. അപ്പൊ അതും കൊണ്ടുണ്ടാകുന്ന അതെ. അനുഭവങ്ങളൊക്കെ എന്താണ്? കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സ്വാദ് അല്ലെങ്കിൽ രുചിയുണ്ട്, സ്പർശനമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ അഞ്ച് മണമുണ്ട്. മണമുണ്ട്, ഗന്ധമുണ്ട്. അപ്പൊ ഈ അങ്ങനെ 5 രസങ്ങളും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഈ അതെ. സംഭവങ്ങളൊക്കെ അനുഭവവേദ്യമാകാൻ ഈ സാധനം ഉണ്ടായിരുന്നാൽ മാത്രം പോരല്ലേ. അപ്പൊ 6ാമതൊരു പോരെ. ഇന്ദ്രിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ അനുഭവവേദ്യമാവുള്ളൂ. അതാണ് കണ്ണിന് കണ്ണ്, മനമാകുന്ന കണ്ണതിന്. അപ്പൊ ഈ കണ്ണ് പുറമെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല എന്ന് നമുക്കറിയാം അല്ലേ. അതിനും ഉള്ളിലൊരു കണ്ണുണ്ടായിരുന്നാൽ മാത്രമേ നമുക്ക് കാണുന്ന അകക്കണ്ണ് എന്ന് പറയുന്ന ആ കണ്ണ്, അല്ലെങ്കിൽ ഈ ഓരോ ഇന്ദ്രിയത്തിന്റെയും അകത്തിരുന്ന ഒരു സംഭവം അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ആ ഒരു സംഭവമാണ് ഈ മനസ്സെന്ന് പറയുന്ന സാധനം അല്ലെ. അപ്പൊ ഈ മനസ്സാണ്, ഈ മനസ്സിന് സിഗ്നൽസ് എല്ലാം ഈ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടിയിട്ട് മനസ്സാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അതിനെ ഈ മനസ്സിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പൊ മനസ്സാണ് ആദ്യം തന്നെ അതെ. ആക്ട് ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ ജീവിതത്തിലുള്ള എന്ത് കാര്യങ്ങൾ, നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്ന കൂടുതൽ ആൾക്കാർക്ക് എന്താണ് മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, ശാരീരിക പ്രശ്നങ്ങളെക്കാൾ ഉപരി അല്ലേ. എന്തെങ്കിലും ഒരു അതെ. വിഷയങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ്, നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ കയറെടുക്കാൻ ഓടുന്നു, അവിടെ പോകുന്നു, മതം മാറാൻ ഓടുന്നു, പള്ളിയിൽ പോയി മുട്ടുകുത്താൻ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഇതിന്റെയൊക്കെ കാരണം എന്താണ്? നമ്മളുടെ എന്താണ്, നമുക്ക് മനസ്സ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്നത്. മനസ്സ് വളരെയധികം ബുദ്ധിമുട്ടാണ് നിയന്ത്രിക്കാൻ. അതായത് അർജുനൻ തന്നെ ഭഗവത്ഗീതയിൽ ഭഗവാനോട് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലേ, ചഞ്ചലം ഹി മനഃ കൃഷ്ണ എന്ന് പറയുന്ന ആ ശ്ലോകം. അതായത് മനസ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചഞ്ചലമാണ് അല്ലെ. ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുകയില്ലാത്ത അത്രയ്ക്ക് വലിയൊരു ഒരു ഒരു സംഭവമാണ് മനസ്സ്. ചഞ്ചലമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, എപ്പോഴെപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വായുവിനെ എനിക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റുന്നുണ്ട്, അത്രയ്ക്ക് വരെ ശക്തിമാനാണ് ഞാൻ. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. കാറ്റിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി വരെ അർജുനനുണ്ട്, പക്ഷെ അർജുനന് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കഴിവില്ല എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് എന്താണ് യോഗ എന്ന് പറയുന്നത് അല്ലെ. മനസ്സിനെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് നമുക്കറിയാം. ഏത് സമയത്തും ചഞ്ചലം, നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാലും മനസ്സ് എവിടെയെല്ലാം വേണമെങ്കിലും പോകും അല്ലെ. ഏത് രാജ്യങ്ങളിൽ വേണമെങ്കിലും പോകും, നമുക്ക് വേണേ ഒരാളെ വേണേ കൊന്നിടാം അല്ലെ മനസ്സുകൊണ്ട് അല്ലെ. നമുക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ വേണമെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് വേണേ വധിക്കാം അല്ലെ. നമ്മൾ അമേരിക്കയിൽ പോകാം, നമുക്ക് ഇതേ സമയത്ത് തന്നെ വൈകുണ്ഠത്തിലും പോകാം, ഗോലോകത്തിലും പോകാം ഇതേ മനസ്സുകൊണ്ടല്ലേ. നമുക്ക് മനസ്സിലായല്ലോ അല്ലെ. ഇതേ മനസ്സുകൊണ്ട് തന്നെ നമ്മൾക്ക് നല്ലതും ചീത്തയും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ പ്രവൃത്തികളും മനസ്സുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പം മനസ്സും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറമെ കർമ്മം ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാലും മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കും നമുക്ക് കർമ്മഫലം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടു കൂടി ഉദ്ധരിക്കണം. അപ്പൊ ഈ യോഗ എന്ന് പറയുന്ന പ്രാക്ടീസ്, നമ്മൾ ധ്യാന യോഗത്തില് നമ്മളെ മനസ്സിനെ ഒരുപാട് ഉദ്ധരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഈ ശ്വാസപ്രക്രിയയിലൂടെയും അതുപോലെ തന്നെ ചെറിയ ശാരീരിക വ്യായാമങ്ങളിലൂടെയൊക്കെ ഫൈനലി അത് മനസ്സിനെ നിയന്ത്രിച്ച് ഏകാഗ്രമാക്കുക, ഒരു ബിന്ദുവിലേക്ക് ഏകാഗ്രമാക്കുക. അവിടെ പക്ഷെ ഭഗവാൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബിന്ദുവിലേക്ക് ഏകാഗ്രമാക്കിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ മറ്റേ യോഗികളൊക്കെ ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേരെന്താണ് അറിയല്ലേ, ഞാൻ മറന്നുപോയില്ലെന്ന്. അല്ലെ നാസികാഗ്രത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, വേറെ നാഹദം അതല്ലേ? ബ്രഹ്മരന്ധ്രം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഓരോ സ്ഥലത്തേക്കും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഭ്രൂമധ്യം. പ്രക്രിയ പഠിക്കുന്നത്. ഭ്രൂമധ്യം അല്ലേ? ഭ്രൂമധ്യം, കറക്റ്റ് വാക്ക്, ഭ്രൂമധ്യം. ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികം, പുരികങ്ങളുടെ മധ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. നിങ്ങൾ കണ്ണടച്ച് പിടിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ദൃഷ്ടി ഭ്രൂമധ്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ. വേറൊന്നും ഒരു ചിന്തകളും മനസ്സിൽ പാടില്ല. മനസ്സ് നമ്മളുടെ ദൃഷ്ടി ഇവിടെ ആയിരിക്കും, അപ്പം മനസ്സും അവിടെ തന്നെ ആയിരിക്കും. വേറൊരു ചിന്തകളൊന്നും വരാനായിട്ട് പാടില്ല.
അത് കഴിഞ്ഞ് ശ്വാസം പിടിച്ചു നിർത്തുക, 3 മിനിറ്റ് പിടിച്ചു നിർത്തുക, അത് കഴിഞ്ഞിട്ട് 3 മിനിറ്റ് പുറത്തേക്ക് വിടുക, അത് കഴിഞ്ഞിട്ട് എന്താണ് ആ പുറത്തേക്ക് വിട്ട ആ രീതിയിൽ തന്നെ നിർത്തുക, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത 3 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അകത്തേക്ക് കയറ്റുക. ഇങ്ങനെ പറഞ്ഞ് ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരികയാണ്, അല്ലേ? ഇത് ചെയ്ത് എന്താണ് നമ്മളുടെ കാലങ്ങൾ സമയവും അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ല ഇതിന്റെ അൾട്ടിമേറ്റ്ലി ഒരു എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ പറ്റും. അതായത് നമ്മളുടെ ഒരു ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ശരീരവുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളതെല്ലാം. പക്ഷെ അവിടെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് അവിടെ വരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാൻ മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടുകൂടി സ്വയം ഉദ്ധരിക്കണം. അപ്പൊ എന്താണ് ഈ മനസ്സിൽ എന്ത് ചെയ്യണം? നമ്മള് കൃഷ്ണസ്മരണം ഉണ്ടാകണം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അപ്പൊ വിഷ്ണു സ്മരണം എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ആ മനസ്സിൽ ഭഗവാനെ അവിടെ സ്മരിക്കാനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിനെ ഉദ്ധരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെന്താണ്? അധപ്പതിക്കരുത്. നമ്മളിപ്പം ഈ യോഗ ചെയ്യുന്നത് ഒരു അധപ്പതനമായിട്ട് ഒരിക്കലും കാണരുത്. ഭൗതികമായിട്ട് അത് ഒരുപാട് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ലോകം മുഴുവൻ യോഗ അംഗീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് പോയ യോഗ ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ എന്താണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ താഴേക്ക് നമ്മൾ അധപ്പതിച്ചു പോകരുത്. നമ്മൾ മനസ്സിനെ ഉദ്ധരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ കൃഷ്ണാഭൂതത്തിലുള്ളവരെ നമ്മൾ ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കണം. അല്ലാതെ നമ്മൾ ശാരീരികമായിട്ടുള്ള വ്യായാമ മുറയായിട്ട് ഒരു ജിമ്മിൽ പോകുന്ന ഒരു പ്രോസസ്സാക്കി അതിനെ മാറ്റരുത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ബദ്ധനായ ആത്മാവിന് തന്റെ മനസ്സത്രേ ബന്ധു, അത് തന്നെയാണ് ശത്രുവും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാം ജീവാത്മാവെല്ലാം ബദ്ധനായ ജീവാത്മാവല്ലേ, കർമ്മത്താൽ ഇങ്ങനെ ബന്ധിച്ച് തളച്ചിട്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ശരീരത്തിൽ വന്നത്. നമ്മൾ ഇവിടെ കിടന്ന് ഈ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ ഇത് അനുഭവിക്കാനായിട്ടുള്ള കാരണവും അതുകൊണ്ടാണ്. നമ്മളെല്ലാം ബദ്ധരായ ജീവാത്മാക്കളാണ്. അപ്പൊ ബദ്ധരായ ജീവാത്മാവിന് മനസ്സ് തന്നെയാണ് എന്താണ് ശത്രുവും, മനസ്സ് തന്നെയാണ് മിത്രവും അല്ലെങ്കിൽ ബന്ധുവും ഒക്കെ തന്നെ മനസ്സാണ്. അപ്പം ഈ മനസ്സെന്നുള്ളൊരു എലമെന്റ് എന്താണ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് കൊടുങ്കാറ്റിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമെങ്കിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധ്യമല്ല. മനസ്സിനെ ഏകാഗ്രതമാക്കി കഴിഞ്ഞ് നമ്മൾ ആ ഭഗവാനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മനസ്സാണ് നമ്മളുടെ ഏറ്റവും വലിയ നമ്മളുടെ നല്ലൊരു മനസ്സുള്ള ഒരു വ്യക്തി. നമ്മളെപ്പോഴും പറയല്ലേ, നല്ല മനസ്സുള്ള ഒരു വ്യക്തി. നമ്മൾ ഒരാളെ കാണുമ്പം അവർ നമ്മളോടുള്ള പെരുമാറ്റം കൊണ്ട് നമുക്ക് അത് നല്ല മനസ്സുള്ള ഒരു വ്യക്തിയാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? നല്ല മനസ്സുള്ള ഒരു വ്യക്തി നമുക്ക് നമ്മുടെ അടുത്തൂടെ പോരുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്തെങ്കിൽ തന്നെ അവരുടെ ആ സമീപനം കൊണ്ട് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് വന്നു ചേർന്ന് കഴിയും നമ്മളുടെ ഉള്ളിലേക്ക്, അല്ലേ? എത്ര നല്ല ഒരു വ്യക്തിയാണ്, ഞാൻ അവരോട് സംസാരം ചെയ്യുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം. അങ്ങനെ നമ്മൾ പലരെയും കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ നമ്മുടെ ജീവിതത്തില്? അപ്പൊ എന്തുകൊണ്ടാണ്? നല്ലൊരു മനസ്സിന് ഉടമയാണ് ആയിട്ടുള്ള സത്സംഗമാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ്, അല്ലേ? എല്ലാത്തിനെയും നല്ല രീതിയിൽ കാണുന്ന ഒരു വ്യക്തി. അതായത് ഒരു ജീവജാലങ്ങളോടും സംസാരിക്കണ്ട, കണ്ടാ മതി, മാറും. അതെ, അതായത് നമ്മള് എല്ലാ ജീവജാലങ്ങളോടും ഒരു വിദ്വേഷവും ഇല്ലാതെ ആരോടും എന്ത് മോശം അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊന്നും ഒരു വിദ്വേഷവുമില്ല, വെറുപ്പുമില്ല. അവരെ അങ്ങനെ അരിഞ്ഞു കുത്തി പ്രാകാൻ പോകില്ല, അവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കാറില്ല, അവർക്ക് മോശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, അവർക്ക് നല്ല ബുദ്ധി തോന്നണേ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന അങ്ങനെ നല്ല വ്യക്തികള് നമ്മളെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുണ്യത്തിന്റെ ആ ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു പ്രഭാവം, ആ ഒരു എനർജി നമ്മൾ അവരുടെ ആ ഒരു ഓറയുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്കും അത് അനുഭവവേദ്യമായി വരും. തീർച്ചയായിട്ടും ആ സത്സംഗം നമുക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ മനസ്സിന്റെ സഹായത്തോടു കൂടി സ്വയം ഉദ്ധരിക്കാനായിട്ട് ശീലിക്കണം ഓരോരുത്തരും. അപ്പം അധപ്പതിക്കരുത്, ഒരു കാരണവശാലും ഫെൽ ഡൗൺ ആകാനായിട്ട് ഇടയാകരുത്, ഫോൾ ആകാൻ പാടില്ല. നമ്മളൊക്കെ ഫോളൻ സോളാണ്, അല്ലേ? നമ്മൾ
പതീതരാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആചാര്യന്മാരെയൊക്കെ പതീത പാവന ശ്രീല പ്രഭുപാദ് കി ജയ് എന്ന് പറഞ്ഞാൽ പതീതന്മാരെ ഉയർത്തുന്നവരാണ് ആചാര്യന്മാർ അല്ലെ. പതീതന്മാരെ പതിച്ച് താഴേക്ക് പതിച്ചവരാണ് നമ്മൾ എല്ലാവരും അല്ലെ. അതായത് എന്തുകൊണ്ടാണ് അവിടെയും നമ്മൾ എന്താണ് ഭഗവാനിൽ നമ്മൾ അസൂയ കൊണ്ടു അല്ലെ. അത് നമ്മളെ മനസ്സുകൊണ്ടാണ് ചിരിച്ചത്. അത് നമുക്ക് സ്വന്തമായിട്ട് ആസ്വദിക്കണം തോന്നി, മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചു. അപ്പൊ മനസ്സ് കാരണമാണ് നമ്മൾ അധപ്പതിച്ചിരിക്കുന്നത്. ഇവിടെ അതാണ് നമ്മൾ ഫോളൻ ആകാനുള്ള കാരണം, താഴേക്ക് പതിക്കാനുള്ള കാരണം ഈ മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു മനസ്സാണ്. അതുപോലെ തന്നെ ഈ മനസ്സിനെ നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ബന്ധു വേറെ ഇല്ല. അതിനെ അടിച്ച് പാകപ്പെടുത്തി തല്ലി പഴിപ്പിച്ച് ഈ മനസ്സിനെ ഈ എന്ത് ചെയ്യണം, നമ്മളെ മൃദുവാക്കി മാറ്റി മനസ്സിനെ ഈ കുതിരയുടെ കടിഞ്ഞാണിട്ട് കുതിരയെ പിടിച്ചു നിർത്തുന്ന പോലെ ഭഗവാൻ അതാണല്ലോ ഈ മനസ്സിന്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയിൽ ആ കുതിരയുടെ 5 കുതിരകളെ, നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെ പിടിച്ച് വലിച്ച് കടിഞ്ഞാണിട്ട് വലിച്ചു നിർത്തുന്ന ആ ഒരു ഭഗവാനെ നമ്മൾ കണ്ടു കാണും അല്ലെ. നമ്മൾ മനസ്സിനെ പിടിച്ചു നിർത്തുക, അതായത് മനസ്സിനെ ത്രാണനം ചെയ്യാനായിട്ട് എന്ത് വേണം നമുക്ക്? മന്ത്രം. മനസ്സിനെ ത്രാണനം ചെയ്യുന്ന ഉയർത്തുന്ന ആ ഒരു സംഭവത്തിന് എന്താണ് പറയുന്നത്? മന്ത്രം. നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? ആരെയും കാണുന്നില്ല, 1-2 പേരൊക്കെ ഉള്ളൂ. എല്ലാവരും ഒക്കെ ഉറങ്ങുവാണോ? എനിക്ക് അറിയത്തില്ല. പിന്റു പ്രഭുവിന് മനസ്സിലാവുന്നുണ്ടോ? മലയാളം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് കാണും. അപ്പൊ നമ്മളെ മനസ്സിനെ നമ്മള് എന്താണ് ത്രാണനം ചെയ്യുന്ന, ഉയർത്തുന്ന, ഉദ്ധരിക്കുന്ന ആ ഒരു സംഭവത്തിനെയാണ് മന്ത്രം എന്ന് പറയുന്നത്. കലിയുഗത്തിൽ നമ്മൾ ഏതൊക്കെ മന്ത്രങ്ങളാണ് ജപിക്കേണ്ടത്? നമ്മൾ കുറെ സംസ്കൃതവും ഒക്കെ മന്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉച്ചരിക്കാനായിട്ട് അറിയില്ല. ഉച്ചരിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോയി കഴിഞ്ഞാലോ? തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കഥ കേട്ടൂല്ലേ, ഇന്ദ്രനെ വധിക്കുന്നതിന് പകരം ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന ഒരു പുത്രൻ ജനിക്കണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ അവസ്ഥ ത്വഷ്ടാവിന് ഉണ്ടായി അല്ലെ. നമ്മൾ കണ്ടു അല്ലെ. ചിത്രകേതു ആരായിട്ട് മാറി? കഴിഞ്ഞ ദിവസം ഞാൻ ഭാഗവതത്തിൽ പറഞ്ഞ കഥയാണ്. വൃത്രാസുരനായി മാറിയ കഥ നമ്മൾ കണ്ടു കാണും അല്ലെ. ചിത്രകേതു. അപ്പം അതാണ് ഈ സംസ്കൃത മന്ത്രങ്ങളൊന്നും ജപിക്കാനായിട്ടുള്ള പ്യൂരിറ്റിയോ അത് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണിയോ ഒന്നും നമുക്കൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് കലിയുഗത്തിൽ വളരെ എളുപ്പം, വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയ പ്രത്യേകിച്ച് സ്ഥലമോ സാഹചര്യങ്ങളോ അതുപോലെ നമ്മളുടെ അവസ്ഥകളോ, അതായത് നമ്മളുടെ ഈ വർണ്ണങ്ങളോ ആശ്രമങ്ങളോ അതുപോലെ തന്നെ നമ്മളുടെ യാതൊരവസ്ഥകൾ ബാധിക്കാത്ത ഒരേ ഒരു മന്ത്രമാണ് എന്താണ്? ഏത് സമയത്തും ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ യുഗധർമ്മമായിട്ടുള്ള ഈ മഹാമന്ത്രമാണ് ജപിച്ചാണ് നമ്മൾ ഈ മനസ്സിനെ നമ്മളുടെ വരുതിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പൊ എല്ലാവരും എന്താണ് ഈ യോഗ ചെയ്യുന്നവരും പ്രാക്ടീസ് ചെയ്യുന്നവരും ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ആ ഒപ്പം തന്നെ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് നമ്മളെ മനസ്സിനെ നമ്മുടെ വരുതിയിലേക്ക് ആക്കണം. അതായത് മനസ്സിനെ ത്രാണനം ചെയ്യാനായിട്ട് മന്ത്രം, ആ മന്ത്രം കലിയുഗത്തിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള മന്ത്രം എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ്. അടുത്ത ശ്ലോകം 6-ാമത്തേത്. ബന്ധുരാത്മാത്മനസ്തസ്യ യോനേത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതേതാത്മൈവ ശത്രുവത്. ബന്ധുരാത്മാത്മനസ്യ യോനാത്മൈവാത്മനാജിതഃ ആത്മാനസ്തു ശത്രുത്വേ വർത്തേതേതാത്മൈവ ശത്രുവത്. ബന്ധുരാത്മാത്മനസ്യ യോനാത്മൈവാത്മനാജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തതേതാത്മൈവ ശത്രുവത്. ഹരേ കൃഷ്ണ. പിന്റു പ്രഭു. യോനയാണോ പറഞ്ഞോ? ഏനയാണോ? ഏനാത്മൈവാത്മനാത്മന. പിന്റു പ്രഭു. हरे कृष्ण बंधुर आत्मा आत्मनस्त येन आत्मैव आत्मना जीतः अनात्मनस्तु शत्रुत्वे वर्तेतो आत्मैव शत्रुवत्. हरे कृष्ण. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി ഉണ്ടോ?
വലിയ മാതാജി പോയോ? യതിഥി മാതാജിക്ക് വായിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, ശബ്ദം കുഴപ്പമില്ല, വരും. കുഴപ്പമില്ല. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ശ്ലോകം 6. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവലാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മാനസ്തു ശത്രുത്വോ വർത്തേതാത്മൈവ ശത്രുവത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്കിനി ശില പ്രഭാതരുടെ പദാനുപദ തർജ്ജമ നോക്കാം. യേന യാതൊരു ആത്മന ജീവാത്മാവിനാൽ ആത്മാ മനസ്സ് ജയിക്കപ്പെട്ടിരിക്കുന്നു. തസ്യ ആത്മന ആ ആത്മാവിന് ആത്മാ മനസ്സ് ബന്ധുവാകുന്നു. ആത്മനാതു മനോജയം നേടാത്തവന്റെ ശത്രുത്വത്തെങ്കിൽ ആത്മാ ഏവ മനസ്സ് തന്നെ ശത്രുവിനെ പോലെ വർത്തിക്കും. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമ ശത്രുവുമായിരിക്കും. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവുമായിരിക്കും. അതിന്റെ ഭാവാർത്ഥം നമുക്ക് ഷിബി മാതാജി. വായിക്കണം. ഷിബി മാതാജി. കൃഷ്ണ. ജയ ശ്രീ പ്രഭാത്. ഭാവാർത്ഥം: മനുഷ്യധർമ്മം നിറവേറ്റുന്നതിൽ ഒരു ആത്മസുഹൃത്താക്കാൻ വേണ്ടി മനസ്സിനെ നിയന്ത്രിക്കലാണ് അഷ്ടാംഗ യോഗചര്യയുടെ ഉദ്ദേശം. മനോനിയന്ത്രണമല്ലാത്ത യോഗാഭ്യാസം ബാഹ്യ പ്രകടനത്തിനു മാത്രമാകയാൽ സമയം പാഴാക്കലല്ലാതെ മറ്റൊന്നുമല്ല. മനസ്സടക്കാൻ കഴിയാത്തവൻ തന്റെ പരമശത്രുവിനോടൊപ്പമാണ് എപ്പോഴും ജീവിച്ചു പോരുന്നതെന്നും അങ്ങനെ ജീവിതത്തെയും ജീവിത ലക്ഷ്യത്തെയും വ്യർത്ഥമാക്കുന്നുവെന്നും ഓർക്കണം. മൂലസ്വരൂപം അനുസരിച്ച് ജീവാത്മാവ് മേലധികാരിയുടെ ആജ്ഞയ്ക്ക് വഴങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ മനസ്സ് തനിക്ക് കീഴടങ്ങാത്ത ഒരു ശത്രുവായിരിക്കുന്നിടത്തോളം കാലത്തോളം ഒരാൾക്ക് കാമം, ക്രോധം, ലോഭം, മോഹം എന്നിവയുടെ ചൊൽപ്പടിയിൽ നിൽക്കാനേ കഴിയൂ. മനോജയം സാധിച്ചാലാകട്ടെ ഏവരുടെയും ഹൃദയത്തിൽ പരമാത്മാവായി കുടികൊള്ളുന്ന പരമപുരുഷനായ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ജീവാത്മാവ് സ്വയം സന്നദ്ധനാവും. ഹൃദയസ്ഥനായ പരമാത്മാവിനെ കണ്ടെത്താനും അവിടുത്തെ ആജ്ഞാനുസൃതം പ്രവർത്തിക്കാനും കളമൊരുക്കലത്ര ശരിയായ യോഗാനുഷ്ഠാനം. നേരെ കൃഷ്ണബോധം കൈക്കൊള്ളുന്നവർ ഭഗവതാജ്ഞയ്ക്കു മുന്നിൽ പൂർണ്ണമായി സ്വാത്മാർപ്പണം ചെയ്യുക സ്വാഭാവികമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ ശ്ലോകം നേരത്തെ കണ്ട ശ്ലോകത്തിന്റെ ഒരു റിപ്ലിക്കിറ്റ മാത്രമാണ് അല്ലെ. നേരെ തന്നെ തിരിച്ചു പറഞ്ഞു അല്ലെ. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെയാണ് ഉറ്റ സുഹൃത്ത്. മുമ്പേ നമ്മൾ കണ്ടത് തന്നെ ഭഗവാൻ അതിനെ വേർഡിങ് ഇങ്ങനെ മാറ്റി. മനസ്സിനെ ജയിച്ചവന് മനസ്സ് തന്നെ ഉറ്റ സുഹൃത്ത്. അതിന് കഴിയാത്തവന് മനസ്സ് പരമശത്രുവുമായിരിക്കും അല്ലെ. നമുക്ക് അർജുനന്റെ അനുഭവം എന്തായിരുന്നു? കുരുക്ഷേത്ര യുദ്ധത്തില് ആകെ ഒന്നാമത്തെ അധ്യായത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? അർജുനനങ്ങ് കാര്യം നമ്മളുടെ ബന്ധുമിത്രാദികളും ഗുരു ആചാര്യന്മാരും എല്ലാമാണ് വന്നിരിക്കുന്നത്. അപ്പൊ അർജുനന്റെ സ്വധർമ്മമെല്ലാം അങ്ങ് പാടെ വെടിഞ്ഞു. എന്താണ്? യുദ്ധം ചെയ്യാതെ ആയുധങ്ങളെല്ലാം താഴെയിട്ട് ഏർത്തട്ടിൽ തളർന്നിരുന്നു. ആ ഒരു അവസ്ഥയായിരുന്നു അല്ലെ. അപ്പൊ നമ്മള് ആ മനസ്സ് എന്താണ്? അധപ്പതിച്ചു. അപ്പൊ ഇത് മനസ്സിന്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇവിടെ മുഴുവൻ ഭഗവാൻ ചെയ്യുന്നത് നമ്മൾ മനസ്സിനെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഈ 18 അധ്യായങ്ങളിൽ കൂടെ ഭഗവാൻ ചെയ്യുന്ന നമ്മളുടെ മനസ്സിനെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. മനസ്സിനൊരു ആ ഒരു ധൈര്യവും മനസ്സിന് ആ ഒരു തൻ്റെ ഇടമൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏത് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹരിച്ച് നേടാനായിട്ട് കാര്യം അല്ലെ. മനസ്സുകൊണ്ട് നമ്മൾ പല പ്രശ്നങ്ങളെയും നമ്മൾക്ക് എന്താണ് ഉൾക്കൊള്ളുന്നതാണ് നമ്മളെ പ്രശ്നങ്ങൾക്ക് അറിയാം. ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് അല്ലെ. നമ്മൾ എന്ത് പ്രശ്നങ്ങളിലാണെങ്കിലും അതിനെ ഒരു പ്രശ്നമല്ലാതാക്കി കാണാനായിട്ട് നമ്മളുടെ മനസ്സുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സ് എന്താണ്? നമ്മളുടെ അധീനതയിൽ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. നമ്മുടെ അണ്ടർ കൺട്രോളിലാണ്.
അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബുദ്ധി എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചേരണം. ബുദ്ധിയും അതിന് മുകളിലുള്ള ഒരു സ്റ്റേജിലേക്കൊക്കെ എത്തിച്ചേരണം. അവബോധവും അങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഈ നമ്മൾ ഈ ജ്യോതിഷമൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾ ജ്യോതിഷം പഠിച്ചവർക്കൊക്കെ അറിയാമല്ലോ, എന്താണ് ഈ മനസ്സിന്റെ പ്രതീകം ആരാണ്? ചന്ദ്രൻ. ചന്ദ്രനാണ് അല്ലേ? ചന്ദ്രനാണ് മനസ്സിന് മനകാരകൻ എന്നാണ് പറയുന്നത്. ജ്യോതിഷത്തിൽ ചന്ദ്രൻ അസ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ, ചന്ദ്രൻ കാര്യം എന്താണ്? 15 ദിവസം ചന്ദ്രന് വൃദ്ധിയും 15 ദിവസം ക്ഷയവും സംഭവിക്കുന്നു. വൃദ്ധി ക്ഷയം, മനസ്സിന്റെയും കാര്യം അതാണ്. വൃദ്ധിയും ക്ഷയവും സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലെ? ചിലപ്പം നല്ല രീതിയിലിരിക്കും, ചിലപ്പം മൗഢ്യമായിട്ട് വരും. അതുകൊണ്ട് ഈ ചന്ദ്രൻ അസ്ഥാനത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ദുർസ്ഥാനത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കുന്ന ആൾക്ക് പറയും, ഒന്നുകിൽ ഈ ആളുടെ മാനസിക നില തെറ്റിയ ഒരാളാണ്, അല്ലെങ്കിൽ 4-ാം വാർഡിലാണ് അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന രോഗിയാണ് ഇതെന്ന് പറയും അല്ല. നല്ല ജ്യോത്സ്യന്മാർക്ക് നോക്കുമ്പോഴേ കാണും ചന്ദ്രൻ മൗഢ്യമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് പറയാൻ പറ്റും. കാര്യം മനകാരകനാണ് ചന്ദ്രൻ അല്ലേ? അപ്പം ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കറിയാം. നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരം എന്ന് പറഞ്ഞ 2 സാധനങ്ങളുണ്ട് അല്ലേ? അതറിയാമല്ലോ എല്ലാവർക്കും അല്ലേ? അപ്പൊ ഈ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഭൗതിക പ്രകൃതി നൽകിയിരിക്കുന്ന ഈ പുറമേ കാണുന്ന ശരീരം. അതുപോലെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാവിന്റെ കൂടെ പോകുന്ന കുറച്ച് സാധനങ്ങളാണ്. അതിലെ ഒന്നാമത്തെ ആളാണ് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം അല്ലേ? അപ്പൊ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്ന് പറഞ്ഞാൽ 3 സാധനമാണ് പോകുന്നത്. അപ്പൊ നമ്മള് വിചാരിക്കും നമുക്ക് ഈ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇതെല്ലാം കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ എല്ലാരും കാണുന്നില്ല. എനിക്കിപ്പോ എന്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ ഇപ്പം ശോഭന മാതാജി ദേ ഇങ്ങനെ കൈവെക്കുന്നു, രതിദേവി മാതാജി ബുക്ക് മറിക്കുന്നു, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടല്ലേ? എന്റെ ഈ ശരീരം, ഈ കണ്ണുമില്ലെങ്കിൽ എനിക്കിത് കാണാൻ പറ്റില്ല എന്നാണോ വിചാരിക്കുന്നത്? കാര്യം മനസ്സ് എവിടെയാ ഇരിക്കുന്നത്? എത്ര പേർക്ക് പറയും മനസ്സ് എവിടെയാ ഇരിക്കുന്നതെന്നാണ്? ഈ കണ്ണുകൊണ്ടാണോ കാണുന്നത്? ഈ കണ്ണ് തുറന്നു വെച്ചാൽ ചിലപ്പോൾ പോലും നിങ്ങളെ ആരും ഞാൻ കാണത്തില്ല. കാര്യം എന്റെ മനസ്സ് അവിടെ അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഈ കണ്ണ് തുറന്നായിരിക്കുന്നത്. എന്റെ മുൻപിൽ കൂടെ ഇങ്ങനെ ഒരാൾ അങ്ങ് നടന്നുപോയി അല്ല, ഇപ്പം അവിടെ ഡോറ് തുറന്നിട്ടിരിക്കുക, ഞാൻ ഈ ക്ലാസ്സിൽ മുഴുകിയിരിക്കുമ്പോൾ അതുവഴി ഒരാൾ ഇങ്ങനെ കടന്നു പോയാലും ഞാൻ അറിയില്ല, ഒരു ഡോറ് തുറന്ന് കയറി വന്നു കഴിഞ്ഞാൽ. കാര്യം എന്താണ്? നമ്മളുടെ മനസ്സ് വേറെ സ്ഥലത്തായതുകൊണ്ട് എന്താണ്, ഈ ഇന്ദ്രിയങ്ങൾ ഒക്കെ വെറും എന്താണ് ഗേറ്റ് വേ മാത്രമാണ്. പക്ഷെ മനസ്സുകൊണ്ടാണ് ഇതെല്ലാം കാണുന്നതും ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ, ഈ ശരീരം ഇല്ലെങ്കിൽ നമുക്ക് അപ്പൊ എന്താണ് ഇത് കാണാനും വിചാരിക്കാനും ഒന്നും പറ്റില്ല എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, പലതവണ ക്ലാസ്സിൽ പറഞ്ഞതുമാണ്, നമ്മള് ഒരു സ്വപ്നത്തിൽ നമ്മളിങ്ങനെ പലതും ഇങ്ങനെ കാണുന്നു, ആക്സിഡന്റ് കാണുന്നു. നമ്മളിപ്പോ എന്ത് ചെയ്യും? നമ്മളുടെ ചോര വാർന്നു പോകുന്നു, നമ്മൾ ICUവിൽ അഡ്മിറ്റ് ആകുന്നു, നമ്മളുടെ ഹൃദയം മാറ്റി വെക്കുന്നു, അവിടെ തുന്നി കെട്ടുന്നു, ഇവിടെ തുന്നി കിട്ടുന്നു, നമുക്ക് ഭയങ്കര വേദന അനുഭവിക്കും അല്ലെ? ഭയങ്കര വേദന അനുഭവിക്കും. എന്നിട്ട് നമ്മളെല്ലാം വേർത്ത് കുളിച്ച് അവിടെ നമ്മൾ കരഞ്ഞ് നിലവിളിച്ച് ചാടി ഉണരും. ഉണർന്നു കഴിയുമ്പം എന്താണ്? ഒന്നുമില്ല അല്ലെ? നമ്മുടെ ശരീരത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, നമുക്ക് വേദനയില്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഭയങ്കര ദാഹം തോന്നി, നമ്മൾ ഒരു കുടം വെള്ളം എടുത്ത് നമുക്ക് കുടിക്കും. കാര്യം ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോ എന്തിനാണ് ഉണ്ടായത് ഈ സ്വപ്നം? ഈ സൂക്ഷ്മ ശരീരത്തിനാണ് ഈ അവസ്ഥയിൽ ചെന്ന് എത്തിച്ചേർന്നത് അല്ലേ? സ്ഥൂല ശരീരത്തിനല്ല. പക്ഷെ വേദന അനുഭവപ്പെട്ടു, ഈ ആക്സിഡന്റിന്റെ വേദന അനുഭവപ്പെട്ടു, രക്തം വാർന്നു. ഇതൊക്കെ ആർക്കാണ് സംഭവിച്ചത്? ആ സൂക്ഷ്മ ശരീരത്തിനാണ് സംഭവിച്ചത് അല്ലെ? അപ്പോൾ ഈ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരം ഇല്ലെങ്കിലും ഈ മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം പിക്ചറൈസ് ചെയ്യാം. അപ്പൊ ഈ ശരീരം, നമ്മളുടെ ഈ ശരീരം അങ്ങ് പോയി, നമ്മൾ മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞു ഈ ഒരു സാധനം സഞ്ചരിക്കൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ. നമ്മുടെ പിതൃക്കന്മാരൊക്കെ തന്നെ, മോക്ഷം കിട്ടാത്തവരൊക്കെ തന്നെ ഇപ്പോഴും ഈ മനസ്സുമായിട്ട് ഏതോ ലോകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആരുടെ ശരീരത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാമായിരിക്കും അല്ലെ? നമ്മളുടെ മുന്നിൽ വരുന്ന ചിലപ്പോൾ നമ്മളോട് നല്ല സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരാള്, അത് നമ്മുടെ പിതൃക്കന്മാരുടെ ആരുടെയും ശരീരം അല്ലാന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ചിലപ്പോൾ നമ്മളോട് പരമമായിട്ടുള്ള വാത്സല്യമുള്ള ഏതെങ്കിലും ഒരു പിതൃക്കന്മാരുടെ ശരീരത്തിൽ കയറിയ ആ ഒരു ആത്മാവിന്റെ കൂടെയും അന്നുണ്ടായിരുന്ന ആ മനസ്സിനല്ലേ പോയിരിക്കുന്നത്. ആ മനസ്സ്, ബുദ്ധി, ആ ഈഗോ ആണല്ലോ അദ്ദേഹത്തിന്റെ കൂടെ പോയിരിക്കുന്നത്. അപ്പൊ നമ്മള് പരസ്പരം ഈ ജന്മത്തിൽ കണ്ടുമുട്ടുമെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു
ഒരു പ്രത്യേക ഒരു അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ചിലരോട് നമുക്ക് തോന്നും അല്ലേ? ആദ്യമായിട്ട് കാണുന്നതാണ്, പക്ഷെ അവർക്ക് നമ്മളോടൊരു പ്രത്യേക സ്നേഹവും വാത്സല്യവും എന്തെന്നില്ലാത്തത്. ഇതൊക്കെ തോന്നാൻ കാര്യം എന്തായിരിക്കാം? ഈ മനസ്സിന്റെ ആ ഒരു ഇതാണ്. ആ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരം മാറിയിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ചിന്തയും വിചാരങ്ങളും ഒക്കെ എന്താണ് ഇങ്ങനെ നമ്മളെ പിതൃലോകത്ത് ശരീരം കിട്ടാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ എന്താണ് കാണിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, പിതൃക്കരെ അവർ ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പിതൃക്കളുടെ സ്വത്തൊക്കെ നശിപ്പിക്കുകയാണോ, അവര് നാലുകാല വെള്ളമൊക്കെ അടിച്ച് നടന്ന് എല്ലാം നശിപ്പിക്കുകയാണോ, സമ്പത്ത് കളയാണോ, ഇതൊക്കെ അവര് ഇങ്ങനെ വേദനിച്ചിരിക്കുകയാണ് അല്ലേ? പിന്നെ ഈ പിതൃക്കളുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ശരീരം കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെ? ഇതൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് അവരെല്ലാം, അതുകൊണ്ടാണ് പിതൃദോഷം നമ്മൾ പലതവണ പറഞ്ഞാണ് ഇങ്ങനെ വരുന്നത്. പിതൃദോഷം എന്നുള്ള ഒരു സംഭവം വരാനുള്ള കാര്യം എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സുകൊണ്ട് അവരെല്ലാം കാണുന്നുണ്ട്. അവർക്ക് ഈ കണ്ണ് വേണമെന്നില്ല, ശരീരം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ശരീരം കിട്ടുന്നിടം വരെ ഈ സംഭവങ്ങൾ കാണും. ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അത് വേറെ ഇതെല്ലാം ശരീരമായില്ലേ? ഇതെല്ലാം മാറിപ്പോയി കഴിഞ്ഞു അല്ലെ? അപ്പോഴത്തേന് പുതിയൊരു ശരീരം ഈ മനസ്സിന് കിട്ടി. അതായത് നമ്മളുടെ ഒരു പിതൃലോകത്ത് ഇങ്ങനെ കാത്തിരുന്നു, അനേക 1000 വർഷം അവിടെ കാത്തിരുന്ന് അദ്ദേഹത്തിന് എങ്ങനെയോ ആരുടെ കൃപയും കൊണ്ട് ഒരു ശരീരം കിട്ടി. അദ്ദേഹത്തിന്റെ പാപസാമ്യമായിട്ടുള്ള ഒരു ശരീരം വരുന്നിടം വരെ കാത്തിരുന്ന ഒരു ശരീരം കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താണ്, അദ്ദേഹം ശരീരത്തിൽ കയറി കഴിഞ്ഞ നിമിഷം അദ്ദേഹത്തിന് എന്താണ്, മറ്റേ സംഭവങ്ങളെല്ലാം മറന്നു പോകുന്നു. കാര്യം എന്താണ്? പുതിയൊരു ശരീരം കിട്ടിയിരിക്കുന്നു. അപ്പൊ ആ പുതിയൊരു ശരീരത്തിലെ ആ കർമ്മബന്ധങ്ങളുടെ അനുസരിച്ചിട്ടുള്ള വിചാരവിശേഷങ്ങളായിരിക്കും ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. പക്ഷെ അവബോധം എന്ന് പറഞ്ഞ ഒരു സംഭവം, കാര്യം ഭഗവാൻ കൂടെ ഉള്ളതുകൊണ്ട്, പരമാത്മാവായിട്ട് ഭഗവാൻ കൂടെ ഇരിക്കുന്നുണ്ട്. അവബോധം എന്നൊരു സംഭവവും ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഇത് മാത്രം ഉണ്ടാവില്ല. എന്ത് മാത്രം ഉണ്ടാവില്ല? കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ മാത്രം ഭഗവാൻ അത് മറപ്പിച്ചു കളയുന്നു. മുൻ ജന്മങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം മറവി എന്ന് പറഞ്ഞ സംഭവം ആ പരമാത്മാവ് ചെയ്യുന്നു. പക്ഷെ ബാക്കിയുള്ള സംഭവങ്ങളും അവബോധവും അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. എന്നിരുന്നാൽ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ഗുണങ്ങളും എല്ലാം ഈ കൂടെ തന്നെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു മറവി കൊടുക്കുന്നു. ഈ മറവി, നല്ല മറവിയുണ്ട്, ചീത്ത മറവിയുണ്ട്. എന്താണ് നല്ല മറവി? കഴിഞ്ഞ ജന്മത്തിലെല്ലാം നമുക്ക് ഓർമ്മയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ശത്രുക്കളെയും കൂടെ അങ്ങനെ ഇതാവില്ലേ പ്രഭു? കഴിഞ്ഞ ജന്മത്തിലെ ഇതെല്ലാം ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ മുന്നിൽ ഇല്ല. കാണുന്നവരൊക്കെ നമ്മുടെ ശത്രുക്കളായിരിക്കും. ഇവൻ എന്റെ സ്വത്ത് നശിപ്പിച്ചവനായിരിക്കും, ഇവൻ എന്റെ കൊച്ചുമോനാണ്, ഇവൻ ഞാൻ ഉണ്ടാക്കിയിട്ടത് മുഴുവൻ നശിപ്പിച്ചു, അവൻ വിറ്റ് മുടിപ്പിച്ചു, അവൻ എന്ത് ചെയ്തു, എന്താണ് കെട്ടിടങ്ങളൊക്കെ പണിതു, അത് ചെയ്തു, ഇത് ചെയ്തു, അതെല്ലാം വിറ്റ് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ എന്താണ് വിരോധവും, പിന്നെ അങ്ങനെ ബാക്കിയുള്ള നമുക്ക് എതിരെ ചെയ്ത ആൾക്കാർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കുക. അത് മാത്രമായിരിക്കും നമ്മൾ ഈ ജന്മത്തിൽ ചെയ്യുന്നത്. ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല കഴിഞ്ഞ ജന്മത്തിൽ ഓർമ്മ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അത് എന്താണ്? അത് ചീത്ത മറവിയാണ് അല്ല. ഈ മറവി ഭഗവാൻ തന്നിരിക്കുന്ന നമ്മുടെ ഒരു അനുഗ്രഹമാണ്. അതായത് 1,00,000-ൽ ഒരാൾക്കൊക്കെയാണ് കഴിഞ്ഞ ജന്മത്തെ പറ്റി ഓർമ്മ വരുന്നത് അല്ല. നമ്മൾ ഓരോ ഇതിലൊക്കെ കാണുന്നില്ലേ കഴിഞ്ഞ ജന്മത്തിൽ? ജഡഭരതനൊക്കെ കൊടുത്തില്ലേ? അല്ലെ ജഡഭരതനൊക്കെ. അങ്ങനെ 1,00,000-ൽ ഒരാൾക്കൊക്കെയാണ് കഴിഞ്ഞ ജന്മത്തെ പറ്റി ഓർമ്മ വരുന്നത്. അപ്പോൾ ഈ മോശമായിട്ടുള്ള മറവി ഏതാണ്? നമ്മൾ ഭഗവാന്റെ അംശമാണെന്ന് ഭഗവാൻ നമ്മൾക്ക് ആ 7-ാം മാസത്തില് ഗർഭത്തിൽ വെച്ചിട്ട് ഉള്ള ആ ഓർമ്മ നമ്മൾ പുറത്തു വരുമ്പോ മറന്നുപോകും. അതായത് നമ്മൾ ഭഗവാനോട് ചെയ്ത വന്ന വഴി മറന്നു പോവുക. വന്ന വഴി മറക്കുക എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ളൊരു മറവി. അതെന്താണ്? നമ്മൾ ഭഗവാനോട് ആ 9-ാം മാസത്തിൽ പുറത്തു വരാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നിങ്ങനെ പാടുപെടുവാണ് അല്ലെ? കൃമികീടങ്ങൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക വയറ്റിലുള്ള കുഞ്ഞിനെ അല്ലേ? അപ്പൊ ആ സമയത്ത് തലകീഴായിട്ട് കിടക്കുകയാണ്, ശ്വാസം നേരെ കിട്ടുന്നില്ല. അമ്മ കഴിക്കുന്ന മസാല, എരിവ്, ഉപ്പ് ഇതെല്ലാം കൂടെ കൂടി ചെന്ന് ആ കുട്ടി അവിടെ കിടന്ന് എരിയുക. കുട്ടി അനങ്ങുന്നത് അനുസരിച്ചിട്ട് കുട്ടി അനങ്ങാൻ തുടങ്ങി, കൂടുതൽ പോഷണം കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഉള്ള മസാല ദോശയും അതും ഇതുമെല്ലാം മേടിച്ച് ചിക്കൻ ഫ്രൈയും അതും ഇതും എല്ലാം കൊടുക്കും. അങ്ങനെയെല്ലാം കൊടുത്ത് ഈ കുട്ടി ആകെപ്പാടെ കാലും കൈയിട്ട് കണ്ണെല്ലാം ഇങ്ങനെ എന്ത് ചെയ്തു? ഈ എരിവ് കാരണം ആകെ ബുദ്ധിമുട്ടി എന്ത് ചെയ്യും? അത് തന്നെ വിസർജിക്കാൻ തുടങ്ങുന്നു. വിസർജിക്കുമ്പോൾ തന്നെ കൃമികീടങ്ങൾ വന്ന് ഏത് സമയം ശരീരത്തെ കൊണ്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ കുട്ടി ഗർഭപാത്രത്തിൽ കിടന്ന് ഭഗവാനെ വിളിക്കുകയാണ് അല്ലെ?
ആ സമയത്ത് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഓർമ്മ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഒരു സ്ക്രീനിൽ കൂടെ ഇങ്ങനെ കാണുകയാണ് അല്ലേ. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ഇത് ആര് പറഞ്ഞാണ്? സമ്പാദി സമ്പാദിയുടെ രാമായണത്തിലുണ്ട്. രാമായണത്തിൽ സമ്പാദിയുടെ വാക്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ കൂടെ ഇങ്ങനെ ഓടുവാണ് അല്ലേ. ഞാൻ എത്ര ജന്മങ്ങൾ എടുത്തു, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഞാൻ എന്താണ് ഇത്രയും ജന്മങ്ങൾ എടുത്തിട്ട് എനിക്ക് എന്തുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കൂടെ ഓടി കഴിയുമ്പോൾ ഭഗവാനോട് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ പറയാണ്, എൻ്റെ ഭഗവാനെ അല്ല നാരായണസ്വാമി ഒഴിഞ്ഞ് മറ്റന്യനെ ഞാനിനി ഭജിക്കില്ല. അതായത് ഞാൻ ഈ വരുന്ന ജന്മത്തിൽ ഞാൻ അങ്ങേക്ക് വാക്ക് തരുന്നു, ഞാൻ ഇവിടെ സത്യം ഇടുന്നു, നാരായണസ്വാമി ഒഴിഞ്ഞ് മറ്റെന്നെ ഞാൻ ഭജിക്കില്ല. ഈ ജന്മത്തിൽ ഞാൻ അങ്ങയെ വിളിച്ച് അങ്ങയുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തും ഭഗവാൻ കൃപ തോന്നി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകാനായിട്ട് അനുവദിക്കുന്നു. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യുന്നു? മായാ ദേവിയുടെ മടിത്തട്ടിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം മറന്നു പോകുന്നു. പക്ഷെ അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ആ മറച്ചു കളയുക എന്നുള്ളത് എന്താണ്? പ്രകൃതി അല്ലെങ്കിൽ മഹാമായയുടെ ഒരു ഒരു ഡ്യൂട്ടിയാണ് അത് മറച്ചു കളയുക എന്നുള്ളത്. പക്ഷെ ഭഗവാൻ എന്താണ്? അപ്പോഴും മെർസിഫുൾ ആണ്. ഭഗവാന്റെ യോഗമായ ശക്തി എന്ത് ചെയ്യുന്നു? നമ്മളെ ഇത് ഓർമ്മിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളെ ഒരു തീർത്ഥസ്ഥലത്ത്, ഒരു പുണ്യസ്ഥലത്ത്, ഒരു തീർത്ഥാടന യാത്രയിൽ, ഒരു സത്സംഗത്തില്, അല്ലെങ്കിൽ നല്ലൊരു ആചാര്യന്റെ അടുക്കല്, നല്ലൊരു സുഹൃത്തിന്റെ അടുക്കലൊക്കെ എത്തിച്ചു തരുന്നു അല്ലേ. ഇപ്പൊ പിന്റു പ്രഭു എങ്ങനെയാണ് ഈ സത്സംഗത്തിലേക്ക് വന്ന് അദ്ദേഹം ഏതോ ഒരു നല്ല വ്യക്തിയെ കണ്ട് അങ്ങനെ അവരിൽ നിന്ന് ഇത് കേട്ട് മനസ്സിലാക്കി മായാപൂരൊക്കെ പോകാൻ സാധിച്ചു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് വരാൻ തോന്നിയത് അല്ലേ. അപ്പം ഈ മറവി, നമ്മൾ ആ ഗർഭത്തിൽ നിന്ന് ഭഗവാനോട് ചെയ്തിട്ടുള്ള ആ ഒരു പ്രതിജ്ഞ നമ്മൾ മറന്നു പോയാലും ഭഗവാൻ എന്ത് ചെയ്യുന്നു? നമ്മളെ ഓർപ്പിക്കുന്നു. ഭഗവാൻ നമ്മളെ ഓർക്കും നമ്മൾ മറന്നു കഴിഞ്ഞാലും അല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഓരോരുത്തരും ഇരിക്കുന്നവരും, ഈ സത്സംഗത്തിൽ ഇരിക്കുന്നവരും, ഞാനടക്കം ഇരിക്കുന്നവരും, നമ്മൾ ആ മറന്നു പോയ വ്യക്തിത്വങ്ങള് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിച്ചു. നമ്മള് ജഗസാക്ഷി പ്രഭു എന്നുള്ള ഒരു വ്യക്തിയുടെ കൂടെ വൃന്ദാവനത്തിൽ പോയി അവിടെ വെച്ച് കണ്ടുമുട്ടി നമ്മൾ ഈ ഒരു സത്സംഗത്തിൽ വരാനും എല്ലാം എന്താണ്? ഭഗവാൻ നമുക്ക് ഓർമ്മ തന്നു അല്ലേ. അപ്പൊ നമ്മള് ഈ ഓർമ്മ തന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടും നമ്മള് എന്താണ് വീണ്ടും നമ്മൾ ഇവിടെ നിന്ന് വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ ഉത്തരവാദിത്തമാണോ? അല്ല, ഒരിക്കലുമല്ല. അപ്പൊ ഭഗവാൻ എപ്പോഴും മെർസിഫുൾ ആണ്. നമുക്ക് വേണ്ട എല്ലാ റിസോഴ്സസും തരും, എല്ലാ സാഹചര്യങ്ങളും തരും. ചിലർക്ക് എന്താണ് ഈ സാഹചര്യങ്ങള് കൂടുതൽ തരുമ്പം ചിലർക്ക് അതിന്റെ കൂടെ മായ വന്നിട്ട് നമുക്ക് നല്ല പരീക്ഷണങ്ങളും തരും. പരീക്ഷണങ്ങൾ തരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മായയെ പേടിച്ചോടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരിക്കലും നമുക്ക് ഭഗവാന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകത്തില്ല. നമ്മൾ മായയെ അതിജീവിച്ച് നിൽക്കുകയാണെന്ന്. സത്സംഗമാണ് മായയെ അതിജീവിച്ച് നിൽക്കാൻ ഏറ്റവും നല്ല ഉപാധി. കൃത്യമായിട്ട് എല്ലാ ആഴ്ചകളിലും സത്സംഗത്തിൽ കയറുക എന്നുള്ളതാണ് മായയെ അതിജീവിച്ച് നിൽക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി. അല്ലെങ്കിൽ എന്താണ്? ഈ സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ കയറിയില്ല, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നിൽ സോഷ്യൽ മീഡിയ നോക്കിയിരിക്കും, അല്ലെ ആരുടെയും കുറ്റം പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കും, അല്ലെ കിടന്ന് ഉറങ്ങും അല്ലേ. ഇതിപ്പോ ഇത്രയും ഈ സംഭവങ്ങൾ ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കുമോ? അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഒരു ബന്ധുക്കളോ വിരുന്നുകാരോ വരും, അല്ലെ നമുക്കൊരു പനി പിടിച്ചു. അടുത്ത ക്ലാസ്സിലും മഹാമായ നമുക്കിട്ടൊരു പണി തരും. അതിന്റെ അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു പണി തരും. പിന്നെ നമുക്ക് കയറാനേ പറ്റാതെയാകും. ഈ ക്ലാസ്സിൽ നിന്ന് എത്ര പേര് വിട്ടുപോയിട്ടുണ്ടോ അവരുടെയൊക്കെ തന്നെ അനുഭവം അത് തന്നെയായിരിക്കും. മഹാമായയുടെ ആ ഒരു പരീക്ഷണത്തിൽ അതിജീവിക്കാൻ പറ്റാത്തവരാണ് വിട്ടുപോയ ആൾക്കാരെല്ലാവരും തന്നെ. അപ്പം ഇത് നിലനിർത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിന്നു പോകുക എന്നുള്ളത് വരാനും എളുപ്പമാണ്, പോകാനും എളുപ്പമാണ്. നിന്നു പോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം മഹാമായ ശക്തി, പ്രകൃതിയുടെ ആ ശക്തിയെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്കരമാണ്. അപ്പം നമുക്കെല്ലാം അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാമായയുടെ ഇത്. പക്ഷെ വിട്ടുപോകാനായിട്ട് ഉള്ള ടെൻഡൻസി ഏത് സമയവും നമുക്ക് വരികയാണെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കുകയാണ്. കാര്യം ഭഗവാൻ നമുക്ക് എന്താണ് അതിന് പ്രത്യേക നമുക്ക് ടൈം നമ്മളുടെ എക്സ്പാൻഡ് ചെയ്യും. നമുക്ക് ടൈം ഇല്ല നമ്മൾ എപ്പോഴും പറയുമെങ്കിൽ ടൈം നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടൈം ഭഗവാൻ നീട്ടിത്തരുന്നു. അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഭഗവാൻ നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നു. കാര്യം യോഗമായ ശക്തി ഭഗവാന്റെ അത്ര മെർസിഫുൾ ആണ്. അപ്പോൾ യോഗമായ ശക്തിയുടെ ആ ഒരു കൃപ നമുക്ക് എപ്പോഴും തന്നെ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ മനസ്സിനെ നമ്മളെ ബന്ധുവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
എന്ത് ചെയ്യാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രം കൊണ്ട് നമ്മൾ മറ്റുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ എന്താണ് അത് വെറും ഒരു വ്യായാമം മാത്രമായി പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യായാമത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു ശരീരത്തെ പോഷിപ്പിക്കാനുള്ള ഒരു കാര്യം മാത്രമായി തീരും അത്. അതുകൊണ്ട് നമ്മളെ മനസ്സിന് പോഷണം വേണമല്ലോ, ന്യൂട്രീഷ്യൻസ് അല്ലെ. ന്യൂട്രീഷ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഭഗവാനുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിച്ചാൽ മാത്രമേ അതിന് വേണ്ട പോഷണം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എന്താണ് ആ പോഷണത്തിന് പകരം അത് എന്ത് ചെയ്യണം, മറ്റുള്ള എന്താണ് ബാഡായിട്ടുള്ള എന്താണ് വളങ്ങളായിരിക്കും അതിന് കിട്ടുന്നത് അല്ലേ. അതായത് ഒരു ചെടി വളരാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല വളങ്ങൾ ഇട്ട് കൊടുക്കാം, മോശമായിട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പൊ ആ ചെടിയിൽ ഉണ്ടാകുന്ന എഫക്റ്റ്, ആ നല്ല വളങ്ങളുടെ ഇതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങളൊക്കെ എത്രയോ നല്ലതായിരിക്കും അല്ലേ. അതുപോലെ മോശമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളവർക്കൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങൾ. എന്ന് പറഞ്ഞ പോലെ മനസ്സിന് നമുക്ക് നല്ല വളം ഇട്ട് കൊടുക്കാം, അതുപോലെ മോശം വളം ഇട്ട് കൊടുക്കാം. അതായത് നല്ല വളങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നല്ല വളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഭൗതികമായിട്ടുള്ള മറ്റു പല കാര്യങ്ങളാണ് എന്താണ് മോശമായിട്ടുള്ള കാര്യം. മോശമായിട്ടുള്ള വളം ഇട്ടാണ് നനച്ച് വളർത്തുന്നെങ്കിൽ ആ ചെടി എങ്ങനെയായി തീരും എന്നുള്ളത്, വളരാതിരിക്കത്തില്ല, ചെടി നല്ലതായിട്ട് വളരും. പക്ഷെ എന്താണ് കായ്കനികൾ ഉണ്ടാകും, പക്ഷെ അത് ഭക്ഷിച്ചവരുടെ അവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അതേ അവസ്ഥയാണ് മനസ്സിനും ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിനെ ആ ഒരു പോഷണം അല്ലെങ്കിൽ ന്യൂട്രീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യാപരിക്കുക എന്ന് മാത്രമാണ് ഉപാധി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭുജിയുടെ ബാക്കിൽ ഒരു പടം ഇരിപ്പില്ലേ, ബാക്ക്ഗ്രൗണ്ട് ആ ഒരു പടം കാണാം. അതൊരു കൃഷ്ണൻ ഇങ്ങനെ പ്രഭുജിയുടെ ദേഹത്തോട്ട് ചാഞ്ഞിരിക്കുന്ന പോലെ തോന്നി. ഞാനും അത് പറയാൻ വരുമായിരുന്നു. പ്രഭുവിന്റെ തോളെ കിടക്കുന്ന അന്നേരം ചില സമയത്ത് ഇങ്ങോട്ട് നോക്കുമ്പോ പശുക്കിടാവിനെ കാണത്തില്ല. അറിയാൻ പോയതാ, ശരിക്കും പ്രഭുവിന്റെ തോളിൽ ചാടി കിടക്കന്നെ അല്ലേ. ഹരേ കൃഷ്ണ. ചില സമയത്ത് നോക്കുമ്പോ ആ പശുക്കിടാവിനെ ഇങ്ങനെ ഞെക്കിക്കൊണ്ട് രണ്ടുപേരുടെയും കൂടെ ഇടയ്ക്ക് പശുക്കിടാവ് നിൽക്കുന്ന പോലെ തോന്നും. അതെ മുഖത്തോടൊട്ടി ഇങ്ങനെ നിൽക്കുക, എന്തൊരു സ്റ്റൈലിൽ കാണാൻ, എന്തൊരു രസം. ഹരേ കൃഷ്ണ. അപ്പൊ എയിൽ ഉണ്ടാക്കിയ ഭഗവാൻ ഇത്രയും ഭംഗിയാണെന്നുണ്ടെങ്കിൽ ശരിക്കുള്ള ഭഗവാൻ നമ്മളുടെ അടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അല്ലെ. വെറും എ കൊണ്ടുണ്ടാക്കിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഭഗവാൻ ഇത്രയും മനോഹരമാണെന്നുണ്ടെങ്കിൽ, ശരിയായിട്ടുള്ള ആ ശ്യാമസുന്ദരൻ നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ. ഇന്ന് ഞാൻ ഗ്രൂപ്പില് കീർത്തനം നന്നായിട്ടുണ്ടായിരുന്നു പ്രഭുജി. പ്രഭുവിന്റെ നിറവാ, രണ്ടുപേർക്കും ഒരു നിറവാ. രാധേയുടെ കീർത്തനം കൊള്ളായിരുന്നല്ലോ പ്രഭുജി. ഇന്ന് ഞാനൊരു കീർത്തനം ഇട്ടിട്ടുണ്ട് രാധാ റാണിയുടെ. നല്ലതായിരുന്നു. അപ്പൊ അത് നിങ്ങൾ കേട്ട് നോക്കുക. ഞാൻ ഓഫീസിൽ ഇരുന്ന് എഴുതിയതാണ്. എന്തൊക്കെയോ വരികൾ കുത്തിക്കുറിച്ച് എ ആണ് സംഗീതം ചെയ്തത്. എനിക്ക് വേണ്ടി പാടാൻ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, സംഗീതം ചെയ്യാനായിട്ട് ഒരുപാട് അന്വേഷിച്ചു. അപ്പൊ ഭഗവാൻ തന്നെ AI എന്റെ മുന്നിൽ കൊണ്ട് ഇട്ട് തന്നു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ അവരെ കൊണ്ട് മ്യൂസിക് ചെയ്യിച്ച് പാടിച്ചതാണ്. അപ്പൊ നിങ്ങൾ കേട്ട് നോക്കുക. നിങ്ങൾ ആരെങ്കിലും ചിലപ്പം പോസ്റ്റുകളൊന്നും കാണത്തില്ലായിരിക്കും, കാര്യം ഒരുപാട് ഗ്രൂപ്പിൽ ഒരുപാട് പോസ്റ്റുകളെല്ലാം സ്കിപ്പ് ചെയ്യുമായിരിക്കും. പറ്റുന്നവരൊക്കെ ഒന്ന് കേട്ട് നോക്കുക, ഗ്രൂപ്പിലുണ്ടത്. അപ്പം സംഗീതവും വരിയും നല്ലതാണ്, വരിക്കനുസരിച്ചുള്ള സംഗീതമാണ്, നല്ലതാണത് കേൾക്കാൻ. അവരുടെ പ്രൊനൗൺസിയേഷൻ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകും, കാര്യം ഈ കമ്പ്യൂട്ടർ ടെക്നോളജി ഇല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രൊനൗൺസിയേഷൻ മാറിപ്പോകുന്ന നമുക്ക് കാണാം. പക്ഷെ വേറെ മാർഗ്ഗമില്ല, നമുക്ക് വേണ്ടി ഒരുപാട് പേരെ അന്വേഷിച്ചാണ് പാടാനും സംഗീതം ചെയ്യാനും. അപ്പൊ ആരെയും കിട്ടിയില്ല, എന്തുകൊണ്ടോ. അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹരിനാമ കീർത്തനത്തിലേക്ക് കിടക്കാം. അല്ലെ ഒരു പോയിന്റ് പറയാം. ആരാ ഇന്ന് റെഡ്മി നോട്ട് 105 വന്നിരിക്കുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ഡോക്ടർ ശ്രീരഞ്ജിനി മാതാജി ആണോ? ആയിരിക്കാം, എനിക്കത്ര വ്യക്തമായില്ല. മാതാജി പറഞ്ഞിരുന്നു.
അപ്പൊ നമുക്ക് പ്ര- പ്രഭു ഞാനൊരു പിന്നെ പോയിന്റ് പറയാം ചെറിയത്. ആ, മനസ്സിനെ നിയന്ത്രിക്കാൻ യോഗ അത്യാവശ്യമാണ്. പക്ഷെ ആ യോഗ പിന്നെ ആത്മീയ കാര്യങ്ങൾക്ക് ആയിരിക്കണം യോഗ ചെയ്യുന്നത്, ആത്മീയത്തിന് വേണ്ടി, ആത്മീയ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അല്ലാതെ ഭൗതികത്തിനും വേണ്ടി ശരീരത്തിനും ഉള്ളതായിരിക്കരുത്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇനി പിന്റു പ്രഭുവിന് എന്തെങ്കിലും പോയിന്റ് തോന്നുന്നുണ്ടോ? അപ്പൊ മനസ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് മാത്രം കൺട്രോൾ ചെയ്ത് നമ്മുടെ ഫ്രണ്ട് ആവും. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ശത്രു തന്നെയാവും. അങ്ങനായിട്ട് മാറും. അതെ, മനസ്സിനെ തന്നെ അതെ നമുക്ക് നമ്മുടെ ബന്ധുവാക്കാനും പറ്റും, ശത്രുവാക്കാനും പറ്റും. ഒരേ ആള് തന്നെ ബന്ധുവായിട്ട് ശത്രുവായിട്ടും വരും, അല്ലേ? നമ്മൾ അതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുവായിട്ട് മാറും, അല്ലെങ്കിൽ ആ അതേ ആള് തന്നെ നമ്മുടെ ശത്രുവായിട്ട് മാറുകയും ചെയ്യും. കലിയുഗത്തിലെ നമ്മളുടെ രാക്ഷസർ എവിടെയാണുള്ളത്? കലിയുഗത്തിൽ രാക്ഷസർ പുറത്തില്ല. രാക്ഷസർ നമ്മുടെ എവിടെയാണുള്ളത്? മനസ്സിൽ നമ്മുടെ നമ്മുടെ മനസ്സിൽ 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 തന്നെയാണ്. തന്നെ, മനസ്സിൽ തന്നെ. ബാക്കി എല്ലാ യുഗങ്ങളിലും രാക്ഷസന്മാരുണ്ടായിരുന്നു, അല്ലേ? കലിയുഗത്തിൽ മാത്രം ആ അതെ. രാക്ഷസന് നമ്മളുടെ മനസ്സിലാണ്. അത് എന്താണ്? നാം എന്ന് പറയുന്ന അതിലാണ് നമ്മളുടെ അഹന്ത, അഹങ്കാരം, അവിടെയാണ് രാക്ഷസർ വരുന്നത്. മറ്റുള്ള യുഗങ്ങളിൽ അതെ. ഏതൊക്കെയായിരുന്നു രാക്ഷസന്മാര്? നമ്മളുടെ സത്യയുഗത്തിലെ ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു, അല്ലേ? അതെ. 4 അക്ഷരമായിരുന്നു, അല്ലേ? അതുപോലെ തന്നെ അതെ. ത്രേതായുഗത്തിലെ രാവണൻ, കുംഭകർണൻ. അതെ. പിന്നെ അത് 3 അക്ഷരമായിട്ട് ചുരുങ്ങി, അല്ലെ? പിന്നെ അടുത്തത് ഇവിടെ വരുന്നപ്പോ ശിശുപാലൻ, ദണ്ഡവക്രനായി നമ്മുടെ ദ്വാപരയുഗത്തിൽ വന്നപ്പോഴത്തേക്കിനും, അല്ലേ? പിന്നെ അതെ. സത്യ കംസ. ആ അതായത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴോ നമ്മുടെ കലിയുഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതെന്താണ്? മമ. അതായത് മമ എന്ന് പറഞ്ഞ ആ ഒരു എന്റെ അക്ഷരത്തിലേക്ക് ചുരുങ്ങി. ആ അതാണല്ലേ എന്റെ, ഞാൻ. ഇത് തന്നെയാണ് ആ ഒരു വിചാരം തന്നെയാണ് അഹങ്കാരം, അല്ലെ? അത് തന്നെയാണ് നമ്മുടെ ശത്രു, അത് തന്നെയാണ് രാക്ഷസൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ആരെങ്കിലും ഉണ്ടോ വേറെ പോയിന്റ് ഉള്ളവര്? രതി മാതാജിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ശബ്ദം ഉണ്ടെങ്കിൽ പറയുക. കേൾക്കത്തില്ല, മ്യൂട്ടാണ്. മനസ്സിനെ ശബ്ദം എടുക്കാൻ നിയന്ത്രിക്കാൻ കഴിഞ്ഞാല് എന്നാ വേണ്ട, ശരി ശരി ശരി. ഹരേ കൃഷ്ണ. വേണ്ട, മാതാജി റെസ്റ്റ് എടുത്തു. ഗീതാ മാതാജി. മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് അല്ലെ മെഡിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത്? മെഡിറ്റേഷൻ അതെ, മെഡിറ്റേഷൻ ആ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടാണല്ലോ. ആ അതെ മെഡിറ്റേഷനിൽ നമുക്ക് ഒരു മന്ത്രം ജപിക്കാം, ഒരു ഭഗവാനെ നമുക്ക് മനസ്സിൽ കാണാം. അപ്പം നോട്ടം മൂക്കിന്റെ അറ്റത്തും മനസ്സ് ഭ്രൂമധ്യത്തിലും. ആ അപ്പൊ ആ മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ടും ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടും മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ധ്യാനമായിട്ട് മാറും. നല്ലതായിരിക്കും. നല്ല രീതിയിലുള്ള ധ്യാനമായിട്ട് അപ്പൊ മാറും. അല്ലെങ്കിൽ അപ്പൊ അതൊരു യോഗ ശാരീരിക ഭൗതികമായ അഭ്യാസമായിട്ട്, ആ അല്ലെങ്കിൽ അതൊരു ശാരീരിക ആ അഭ്യാസം മാത്രമായിട്ട് മാറും. ആ മാറും. ഹരേ കൃഷ്ണ. അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, മനസ്സ് എവിടെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം പറഞ്ഞില്ലല്ലോ. അത് എവിടെയാ ശരിക്കും ഇരിക്കുന്നത്? അത് അത് മാതാജി, അത് പ്രത്യേകിച്ച് ഒരു സ്ഥാനം എന്ന് പറയാനായിട്ടില്ല മനസ്സങ്ങനെ ഇരിക്കാനായിട്ട്. അതായത് ഹൃദയത്തിലല്ല, തലച്ചോറിലല്ല, അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒന്നിന്റെയും കൂടെ അല്ല ഇരിക്കുന്നത്. ആത്മാവ് ഇരിക്കുന്നത് ഹൃദയത്തിലാണ്, പരമാത്മാവ് ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. സെറിബ്രത്തിന്റെ താഴെയാന്നൊരു പറച്ചിലുണ്ട്. സെറിബ്രത്തിന്റെ താഴെയായിട്ട് നമ്മുടെ ബാക്കിലാന്നൊരു ചെറിയൊരു പറച്ചിലുണ്ട്. അങ്ങനെ അങ്ങനെ അല്ല പ്രഭു, തലച്ചോറ് സെറിബ്രത്തിന്റെ താഴെയായിട്ട് ചിന്തിക്കുമ്പോ ഈ നെഞ്ചിനകത്തായിട്ട് നമുക്ക് തോന്നും ചിന്തിക്കുന്നത്. ചിലപ്പോ നമ്മൾ തലയുടെ അവിടെ ആയിട്ട് തോന്നും നമുക്ക് ഇങ്ങനെ ഓർക്കുന്നതും ചിന്തിക്കുന്നത്. അതൊക്കെ അങ്ങനെ മനസ്സല്ലയോ? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥാനം നമ്മൾ എന്റെ മനസ്സെന്ന് പറയും, ചിലപ്പോൾ അത് ഇങ്ങനെ തലയെ തൊട്ട് അങ്ങനെ പറയും, പലരും പറയാറുണ്ട്. പക്ഷെ അതിങ്ങനെ ഒരു അതെ സ്ഥാനമില്ല.
ഈ മനസ്സെന്ന് പറയുന്ന സംഭവം ഭൗതികമായിട്ടുള്ള ഒരു ശാസ്ത്രങ്ങളും തെളിയിച്ചിട്ടില്ലല്ലോ. ആത്മാവും മനസ്സിനെയും ഒന്നും അവരൊന്നും കണ്ടുപിടിച്ചിട്ടേ ഇല്ലല്ലോ. നമ്മളുടെ ഭൗതികമായിട്ടുള്ള ഏതെങ്കിലും ശാസ്ത്രങ്ങളിലോ സയൻസിലോ മനസ്സെന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ. ശരിയല്ലേ? മനസ്സുണ്ടോ, ഇതുണ്ടോ, ആത്മാവുണ്ടോ, പരമാത്മാവുണ്ടോ, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ ഒരു സ്ഥാനം എന്ന് പറയാനില്ല. ആത്മാവ് ഇരിക്കുന്നത് ഹൃദയത്തിലാണ്. പക്ഷെ നമ്മുടെ 10 പ്രാണവായുക്കളുണ്ട് അല്ലെ, പ്രാണവായുവിനോട് കൂടി ചേർന്നിട്ടാണ്. അത് നമ്മുടെ ശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും എല്ലാം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം അത് അവിടെ ഇരിക്കുന്നത്. പക്ഷെ മനസ്സ് പ്രത്യേകിച്ച് എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഒരു സ്ഥലത്ത് ഒരാളും പറഞ്ഞിട്ടില്ല. മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഇതൊക്കെ ഇരിക്കുന്നത് എവിടെയാണെന്ന്. അത് നമ്മളുടെ അവബോധം എന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രാണൻ. അതുകൊണ്ടാണല്ലോ ഈ എല്ലാവരും ഈ പ്രാണായാമം ചെയ്യുന്നതിന്റെ കാര്യം നമ്മുടെ പ്രാണനോട് കൂടി ചേർന്നാണ് ഇരിക്കുന്നത്, പ്രാണവായുവിനോട് കൂടി. അതാണ് പ്രാണവായു പോകുന്നത് കൂടെ തന്നെ ഇതെല്ലാം കൂടെ അങ്ങ് പോകുന്നതും നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും ഈ പ്രാണനുമായിട്ട് അസോസിയേറ്റ് ആയിട്ടാണ്. നമ്മളുടെ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രാണവായു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും, അതായത് നമ്മളുടെ എല്ലാ രക്തക്കുഴലുകളും എല്ലാം കൂടി വ്യാപരിച്ചാണ് ഇരിക്കുന്നത്. ഇതൊരു പ്രത്യേകിച്ച് ഒരു അവയവമല്ലത്. പ്രത്യേകിച്ച് ഒരു വലിപ്പമില്ല ഈ ഒരു മനസ്സ്. മൊത്തത്തിലൊരു വ്യാപരിച്ച് കിടക്കുന്ന ഒരു പ്രത്യേകിച്ച് സ്ഥലമില്ല. കാര്യം നമ്മളുടെ ഈ ബ്ലഡ് സർക്കുലേഷൻ, നമ്മൾ അബോധാവസ്ഥയിൽ ഇരിക്കുമ്പം നമുക്ക് മനസ്സുണ്ടാവുമോ? നമ്മൾ ബോധം കെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ബോധമൊന്നും ഇല്ലാത്ത സമയത്ത് മനസ്സുണ്ടാവുമോ? ഇല്ല, ബോധക്ഷയമാണ്. നമ്മുടെ മനസ്സ് ക്ഷയിച്ചു പോയി. അതെന്തുകൊണ്ടാണ്? കാര്യം നമ്മളുടെ മറ്റു പല പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നിന്ന് കഴിയുമ്പോൾ മനസ്സും, കാര്യം ശ്രീരഞ്ജനി മാതാജിക്ക് ചിലപ്പോൾ ഒന്നുകൂടെ പ്രത്യേകം പറയാൻ പറ്റും. മാതാജി ഡോക്ടർ ആയതുകൊണ്ട്. മാതാജി മനസ്സ് എവിടെ ഇരിക്കുന്നത് മാതാജിക്ക് അറിയാമോ? ഹരേ കൃഷ്ണ. മനസ്സ് എല്ലായിടത്തും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ പറയത്തില്ല, ഒരു ഹെൽത്തിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ തന്നെ ഫിസിക്കൽ മാത്രമല്ല, ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, അങ്ങനെയാണ്. ഇമോഷണൽ ആണ് ഹെൽത്ത് പറയുന്നത്. അപ്പം മെന്റൽ എന്നുള്ളത് മൈൻഡ് ഉണ്ട്. പക്ഷെ മൈൻഡ് എവിടെയും ചോദിച്ചാൽ ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷെ ഇപ്പം പ്രഭു പറഞ്ഞ പോലെ അത് ശരിക്കും പ്രാണനോട് ചേർന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രാണൻ ഇല്ലെങ്കിൽ പിന്നെ മനസ്സും ഇല്ല. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിനെ, ആ ബോധത്തിനെയാണ് കെടുത്തുന്നത്. അപ്പൊ നമ്മൾ അറിയുന്നില്ല. പക്ഷെ ബാക്കി പ്രവർത്തനമൊക്കെ അവിടെ നടക്കും. പക്ഷെ ഇപ്പൊ തന്നെ നമ്മൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്വാസം വലിക്കലും രക്ത സർക്കുലേഷനും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മൾ അറിയാതെ തന്നെ നടക്കുകയാണ്. പക്ഷെ ആ മനസ്സെന്ന് പറയുന്നത് ഒന്ന് അടങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്കും സുഷുപ്തിയിലേക്ക് പോകുന്നത്. അത് മനസ്സ് പൂർണ്ണമായിട്ടും അടങ്ങാത്ത സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആദ്യത്തെ ഒരു 45 മിനിറ്റ് ശരിക്കും നമ്മൾ ഡീപ്പ് സ്ലീപ്പ് അല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകും. പിന്നെ ഇടയ്ക്ക് അടുത്തൊരു സൈക്കിൾ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് പിന്നെയും ഡീപ്പ് അല്ലാത്ത ഒരു സ്ലീപ്പിലോട്ട് പോകും. അപ്പോഴാണ് നമ്മൾ സ്വപ്നം കണ്ടു തുടങ്ങുന്നത് എന്ന് പറയുന്ന പോലെ. അപ്പം മനസ്സുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അതുകൊണ്ടല്ലേ മനസ്സിന് മാനസിക അസുഖം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ചികിത്സിക്കുന്നത്. ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിൽ എന്താ വ്യത്യാസം? മാതാജി പറഞ്ഞു തരുമോ? ബോധ മനസ്സെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പം ഒരു ടീച്ചറാണ്, അല്ലെ ഞാനൊരു ഡോക്ടറാണ്, അല്ലെ ഞാനൊരു വീട്ടമ്മയാണ്, ഞാനൊരു ജഡ്ജിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സോഷ്യൽ സർക്കംസ്റ്റൻസിൽ ഇറങ്ങി നടക്കുമ്പോൾ നമ്മൾ ബോധത്തോട് ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, അല്ലേ? ഞാനൊരു ടീച്ചറാണ്, ഞാൻ ഇങ്ങനെ പെരുമാറാൻ പാടില്ല, എൻ്റെ കുട്ടികളുടെ അടുത്ത് ഞാനൊരു എന്തായിരിക്കണം, ഒരു മാതൃകയായിരിക്കണം എന്ന് വിചാരിക്കും, മോഡലായിരിക്കണം എന്ന് വിചാരിക്കും. അതേസമയം ഞാൻ അല്ലെങ്കിൽ ഈ വിചാരിക്കുന്ന ആള് ഒരു 2 കുപ്പി കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അപ്പോഴീ ബോധമെല്ലാം ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ നമുക്കൊരു ഇതുണ്ട്, അതങ്ങ് മാറും. അപ്പോഴാണ് അവര് വേണ്ടാത്ത വർത്തമാനം വിളിച്ചു പറയും, വേണ്ടാത്ത പോലെ പെരുമാറും. ആ സോഷ്യൽ ഇൻഹിബിഷൻ മാറും. അപ്പോഴും മനസ്സുണ്ട്. അപ്പൊ ആ ഉപബോധ മനസ്സിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ ബോധപൂർവം അമക്കി വെച്ചിരിക്കുന്നു അതെല്ലാം വെളിയിൽ വരും. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, അനസ്തീഷ്യ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഉണർത്തുമ്പം ഇപ്പം ഗീത മാഡം എന്ന് വിളിക്കും മാഡത്തിനെ. അപ്പം മാതാജി ഇങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ ഉണർന്നു വരികയാണ്. ഉണർന്നു വരുന്ന സമയത്ത് ചിലപ്പം നമ്മള് പണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറയും, നമ്മൾ അറിയില്ല. അതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ പറയത്തില്ലേ, ജന്മ ഇതൊക്കെ നമ്മളെ ഇങ്ങനെ
അറ്റാച്ച് ചെയ്ത് വിടുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ട്. ചില കുഞ്ഞുങ്ങൾ 5 വയസ്സിലൊക്കെ നല്ല പോലെ ശ്ലോകം ചൊല്ലുകയും ഒന്നും വേണ്ട. നമ്മുടെ ശങ്കരാചാര്യരൊക്കെ 7 വയസ്സിൽ അദ്ദേഹം സംസ്കൃത ശ്ലോകം എഴുതി തുടങ്ങി. അതൊക്കെ നമ്മൾ ചോദിക്കുക 7 വയസ്സുള്ള കുഞ്ഞിന് പറ്റുന്നതാണോ? അല്ല. അപ്പം അപ്പോഴാണ് പറയുന്നത് അതൊക്കെ ശരിക്കും പൂർവ്വജന്മത്തിൽ ഈ പറയുന്ന അടുത്ത നമ്മള് ഉടുപ്പ് മാറി ശരീരം മാറി അടുത്ത ഇത് എടുക്കുന്ന പോലെ ചെല്ലുമ്പോൾ അതിനകത്ത് ഇൻകൾക്കേറ്റഡ് ആണ്. അതിനകത്ത് എന്താണ് ഓൾറെഡി ഉണ്ട്. നമ്മളിപ്പോ ആത്മീയ ഇത് പറയുമ്പോൾ നമ്മൾ പറയില്ലേ, ഇത് നമ്മൾ 1-ാം ക്ലാസ് തൊട്ട് പിന്നെയും തുടങ്ങണ്ട. ശരീരം കൊണ്ടുള്ളതാണെങ്കിൽ പഠിത്തമാണെങ്കിൽ പിന്നെയും 1-ാം ക്ലാസ് തൊട്ട് അടുത്ത LKG തൊട്ട് തുടങ്ങണം. പക്ഷെ ആത്മീയ കാര്യങ്ങള് നമ്മൾ എവിടെ നിർത്തുന്നു അവിടെ തൊട്ട് തുടങ്ങുമെന്ന് പറയും. അപ്പൊ ആ ഒരു ഇതാണ് ശരിക്കും ഈ വലിയ സാധൂസിലും ശങ്കരാചാര്യർ അങ്ങനെയുള്ളവർ. നമ്മുടെ ഈ ശ്രീല പ്രഭുപാദരോ അദ്ദേഹം ഈ 70 വയസ്സിൽ ഇത്രയും ഒക്കെ ഇരുന്ന് പുസ്തകങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹം പറയും, ഇത് ഞാനല്ല എഴുതുന്നത്, എൻ്റെ ഉള്ളില് ശരിക്കും ഷഡ്ഗോസ്വാമികൾ വന്നിരുന്ന് പറഞ്ഞത് ഞാൻ അങ്ങ് എഴുതുന്നു. ഞാനൊരു ഒരു ഉപകരണമായിട്ടിരുന്ന് എഴുതുന്നു എന്ന് പറയുന്ന പോലെ. അതൊക്കെ അബോധ മനസ്സില് നമ്മൾ അവള് ചിലപ്പോ പറയത്തില്ലേ, ഇന്ന് എന്തെങ്കിലും ഒരു വിഷമം തോന്നിയാണ് എന്റെ മനസ്സ് പക്ഷെ ഇങ്ങനെ പറയും, ഞാൻ എന്നാ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് നമ്മൾക്കൊരു തോന്നൽ ഉള്ളിൽ വരും. നമ്മളത് പരമാത്മാവായിട്ട് പറയാം. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിലൊരു എന്താണ് ഡു ആൻഡ് ഡോൺസ് നമ്മൾ പറയും ഇല്ലേ? ചിലപ്പോ അല്ലെ നമ്മൾ തന്നെ പറയും, ചില ഇതൊക്കെ സീരിയസ് ആണ് പറയും, ചികിത്സിക്കണോ വേണ്ടയോ? അപ്പൊ പറയും നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് കണ്ണടച്ച് ഇച്ചിരി നേരം ഒന്ന് ധ്യാനിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്. ചിലപ്പം മിറക്കിൾ സംഭവിക്കാം. പക്ഷെ നമ്മളിപ്പം പറയും ചിലപ്പോൾ 99% പറ്റത്തില്ല എന്ന് പറഞ്ഞാലും ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഈ ആലോചിച്ചാൽ മതി. നമ്മൾ ഉറങ്ങുമ്പോൾ ശ്വാസം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ ഭഗവാൻ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? കൈ നമുക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം, കാലെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. പക്ഷെ ഹാർട്ട് അടിക്കാനും ശ്വാസം വലിക്കാനും തലച്ചോറിൽ കൂടി ഉള്ള പ്രക്ഷേപണങ്ങൾ പോവാനും ഒക്കെയുള്ള ഒന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമ്മളെ ഏൽപ്പിച്ചിരുന്ന പകുതി പേരും നമ്മൾ മറന്നു പോയിക്കൊണ്ട് മരിച്ചുപോയി. ശരിയല്ലേ? ശ്വാസം വലിക്കാൻ നമ്മൾ ചിലപ്പോൾ മറന്നുപോകും പോയതിനെ. അപ്പൊ അതില്ലാതെ ചെയ്യുന്നത് ശരിക്കും അതുകൊണ്ടാണ്. അപ്പം നമ്മള് മൈൻഡ് ഇല്ല എന്ന് പറഞ്ഞാലും മൈൻഡിന് ഡിസീസിന് തന്നെ നമുക്ക് ഒരു വിഭാഗം തന്നെ മാറ്റി വെച്ചിരിക്കുക. ചെറിയ വിഭാഗമൊന്നും അല്ല. അപ്പം ഏതെങ്കിലും ഒരു അസുഖം നമ്മൾ ഇല്ലാന്ന് തീരുമാനിക്കണമെങ്കിൽ അല്ല ഇത് മൈൻഡിന്റെ തീരുമാനിക്കണേ നമ്മൾ വിചാരിക്കും ബാക്കിയുള്ള എല്ലാ അതായത് ഭൗതികമായിട്ട് കാണാൻ പറ്റുന്ന എല്ലാ അല്ല ഇവര് മറ്റേ നേതി എന്ന് പറയുന്നത് അല്ല എന്ന് വിചാരിച്ചിട്ടേ നമ്മള് ഓക്കെ ഇത് സൈക്കോളജി. ബിക്കോസ് മൈൻഡിന് വരുന്ന അസുഖം ഏത് അസുഖത്തെയും അതുപോലെ തന്നെ സിംറ്റംസ് പ്രകടിപ്പിക്കും. നമ്മൾ ചെയ്യുന്ന ഇത് മറ്റേ ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തു വരുമ്പോൾ അതിനകത്ത് ഒന്നും കാണില്ല. അപ്പോഴേ നമ്മൾ തീരുമാനിക്കുള്ളൂ ഇത് മൈൻഡിന്റെയാണ്. പക്ഷെ അത് തീരുമാനിക്കുന്നത് അപ്പൊ എത്ര വലുതാണ് മൈൻഡ് എന്നൊന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മൈൻഡ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നമുക്ക് അമീബയോ ബാക്ടീരിയയോ വൈറസിനെയോ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ഒരു തിളച്ച അല്ലാത്ത വെള്ളം ആരും കുടിക്കില്ല. എന്തുകൊണ്ടാ? നമുക്ക് കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ഒരു ഷിഗല്ല എന്നും പറഞ്ഞിട്ടാ ഇല്ലേ? പണ്ട് കോവിഡ് എന്നും പറഞ്ഞ് നമ്മളെല്ലാരും മാസ്കും ധരിച്ചുകൊണ്ട് നടന്നു. നമുക്ക് കാണാനേ പറ്റില്ല. പക്ഷെ നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ മൈൻഡ് എത്ര സ്ട്രോങ് ആണ്. അപ്പൊ ആ മൈൻഡിനെ ശരിക്കും അടക്കുന്നതാണ് ശരിക്കും ഭഗവത്ഗീതയുടെ ഒരു ഇതല്ലേ, മനസ്സ് എങ്ങനെ വേണം ഉത്തരേതാത്മനാത്മാനം. നമ്മൾ ആത്മാവെന്ന് പറഞ്ഞാലും ആത്മാവിന് ചുറ്റും മനസ്സും കൂടി ഉണ്ട്. അപ്പൊ ഒരു 5 കോശങ്ങളൊക്കെ പറയത്തില്ലേ? അന്നമയ കോശം, അത് നമ്മുടെ ശരീരം. പിന്നെ പ്രാണമയ കോശം, പിന്നെ അന്നമയം പ്രാണമയം, പിന്നെ മനോമയ കോശം, മനോമയ കോശം, പിന്നെ വിജ്ഞാനമയ കോശം, പിന്നെ ആനന്ദമയ കോശം. അപ്പൊ ഈ പ്രാണന്റെ മനസ്സും എല്ലാം ഇതാണ്. ശരിക്കും ശ്വാസം ഉണ്ടെങ്കിലേ, പ്രാണൻ ഉണ്ടെങ്കിലേ ബാക്കി എല്ലാം വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് അതിന്റെ. അപ്പം നമുക്ക് ഇവിടെയും ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ വൈറസിന്റെ കാര്യം പറയുന്നല്ല, എന്നെ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ ഓക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചാൽ എനിക്ക് കാണാൻ പറ്റും. പക്ഷേ സാധാരണ കണ്ണിന് കാണാൻ പറ്റില്ല. അപ്പൊ അതുപോലെ ഇത് നമുക്ക് സാധാരണ ഇന്നതെന്ന് കാണാൻ പറ്റില്ല. പക്ഷെ നമ്മളിപ്പം സൂര്യരശ്മി വരുമ്പം സൂര്യന്റെ ബിംബം കണ്ടില്ലെങ്കിലും നമുക്കറിയാം സൂര്യൻ എവിടെ ഉദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ
മൈൻഡ് ഉണ്ട്, പക്ഷെ എവിടെയും നമുക്ക് തൊടാൻ പറ്റില്ല, പക്ഷെ എല്ലായിടത്തും ഉണ്ട്. നമ്മളിപ്പോ കാലെ തൊട്ടാൽ അവിടെ നമ്മൾ തൊട്ടച്ചോറ് ഇവിടെ തൊട്ടിട്ട് ഇന്ന് തൊടുന്നത് അറിയുന്നില്ല, മരച്ചിരിക്കുന്നു പറയത്തില്ലേ, അല്ലേ? അപ്പൊ നേരെ മറിച്ച് നോർമൽ തൊടുന്നതും നമുക്കറിയാം. അത് അറിയുന്നത് ആരപ്പം വേണം ബുദ്ധിയാന്ന് പറയാം. പക്ഷെ ബുദ്ധി എന്ന് പറയുന്ന ഒരു ഇപ്പതല്ലേ നമുക്കിങ്ങനെ ഈ നമ്മൾ പറയും എന്തുവാ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നൊക്കെ പറയാം. നമുക്കങ്ങനെ ഈ പിന്നെ അപ്പർ ലിപ്പും ലോവർ ലിപ്പും പോലെ അങ്ങനെ ഒരു എന്തോ ഒരു കട്ടാൻ അങ്ങനത്തെ ഒരു സ്ട്രോങ് ലൈൻ അല്ല. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിച്ചു കിടക്കുന്ന ഒരു ഇതാണ്. പക്ഷെ മൈൻഡ് ഉണ്ട്, അതിന് യാതൊരു സംശയവും ഇല്ല. മൈൻഡ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയത്തില്ലേ ശരിക്കും സൈക്യാട്രിയും സൈക്കോളജിയും ഒക്കെ വരുന്നത്. പക്ഷെ നമുക്ക് നമ്മൾ പറയത്തില്ല മൈൻഡിനെ സ്ട്രോങ് ആക്കൂ എന്നിട്ട് നമുക്ക് അതിനെ ഒത്തിരി പേരില്ലേ അങ്ങനെ. നമ്മുടെ സേജസ് തന്നെ ഒത്തിരി പേരുണ്ട് അവസാന കാലത്ത് ഒത്തിരിയും അസുഖങ്ങളൊക്കെ. പക്ഷെ അവര് പറയാം എന്റെ ശരീരത്തിനാണ് അസുഖം, എന്റെ മനസ്സിന് എന്നെ അത് ബാധിക്കുന്നില്ല. അപ്പൊ ഞാനാണ് വേറെയാണ് എന്ന്. ഇത്രയൊക്കെ മതിയോ? എനിക്കറിയില്ല, ഞാൻ ഒത്തിരിയൊക്കെ പറഞ്ഞു. ഹരേ കൃഷ്ണ മാതാജി, എന്തെങ്കിലും ഹരേ കൃഷ്ണ മാതാജി, വളരെ നന്നായി, വളരെ നന്നായി. ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ശരിക്കും. ഹരേ കൃഷ്ണ. നമ്മൾ എന്തെങ്കിലും പറയും മനസ്സിലായോ ആ എന്ന് ചോദിക്കല്ലോ. ഇപ്പോഴാണ് മനസ്സിലായത്. അത് പറയേണ്ട ആള് അതൊരു പറഞ്ഞായിരുന്നു. ടൈപ്പ് ഓഫ് എനർജി അല്ല അല്ലേ? അത് കേൾക്കുമ്പോ ഒരു സുഖം ഉണ്ടായിരുന്നു മാതാജി മനസ്സൊരു പറയുമ്പോഴേ. എനർജി അല്ല അല്ലേ? കേട്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് അതെ അതെ ഉണ്ടായിരുന്നു. അതെ അതെ. അല്ല ഹരേ സാധാരണ കൃഷ്ണ. നമ്മള് ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത് ചോദിക്കുന്ന മനസ്സിലായോ, അപ്പൊ എവിടെ ആയി എന്നാണ് നമ്മൾ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിനാമകീർത്തനത്തിന്റെ സമയം ഞാൻ എടുത്തൂലേ? ഹരേ ഇല്ല കൃഷ്ണ. സാരമില്ല. ഹരിനാമകീർത്തനം ഇന്ന് എത്രാമത്തെ ശ്ലോകം ഓർമ്മയുണ്ടോ? 41, 42. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ലീവ് ചെയ്യാണ് 41. ആ 41, 42. സാധാരണ ഇന്നത്തെ 3 ശ്ലോകങ്ങൾ ഒരുപോലെ ആയതാണ് ഞാൻ പെട്ടെന്ന് തീർന്നു, അല്ലെങ്കിൽ ഈ സമയമാകും തീരുമ്പോ. അതുകൊണ്ടാണ് ഇത്രയും പറയാനായിട്ട് പറ്റിയത്. 41, 42. ധായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടനേകശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിലിതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. ഹരേ കൃഷ്ണ. 43 പ്രഭു ചൊല്ലിയത്? 41. 41. ഹരേ കൃഷ്ണ. 43. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. ഞാനെന്നും അല്ല ഈശ്വരനിലെന്നും അല്ലേ? അതല്ല ധായങ്ങൾ ഗീതമിവ. അതാണ് ഗീതാ മാതാജി ചൊല്ലിയതാണ് എനിക്ക് 41 ഉള്ളത്. അതാണ്. പ്രഭുജിക്ക് 2 ശ്ലോകം ഇല്ല ഇടയ്ക്ക്. ഇല്ല. ഇത് ഞങ്ങളുടെ 43. ആയങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടനേകശ്രുതിങ്കലൊരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിൽ ഇതടങ്ങുന്നു സർവവും ഇതാകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ അതിന്റെ അർത്ഥം പറയുന്നത് സംഗീതത്തിലെ ഗമകങ്ങൾ, ഈ ഢായങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓരോ രാഗം തന്നെയാണ് ഗമകങ്ങൾ എന്ന് പറയുന്നത്. സംഗീതം പഠിച്ചിട്ടില്ലാത്ത വ്യക്തി, അറിയാത്ത ആളായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വിവരിക്കാൻ അറിയത്തില്ല. അപ്പം ഈ അതിലെ രാഗം പോലെ തന്നെ ആയിരിക്കും വിവിധ തരത്തിലുള്ള നാദങ്ങളുടെയൊക്കെ പ്രയോഗം. ഒരേ സ്വരത്തിൽ ഏകീഭവിക്കുന്നത് പോലെയും ഒരേ പരമാത്മാവിൽ ഇക്കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊണ്ട് നിൽക്കുന്നു. അപ്പം ഈ പ്രപഞ്ചം മുഴുവനും ഒരേ പരമാത്മ ചൈതന്യമാണ് ഇങ്ങനെ വിളങ്ങി നിൽക്കുന്നത്, അല്ലേ? അപ്പൊ ഈ പരമാത്മാവാകട്ടെ ആകാശം പോലെ സൂക്ഷ്മരൂപിയുമാണ്. അപ്പൊ അങ്ങനെയുള്ള പരമാത്മാ സ്വരൂപനായിട്ടുള്ള നാരായണന് നമസ്കാരം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഢായങ്ങൾ ഗീതമിവ നാദപ്രയോഗമുടൻ ഏകശ്രുതിങ്കൽ ഒരുമിക്കുന്ന പോലെ പരം ഏകാക്ഷരത്തിൽ ഇത് അടങ്ങുന്നു സർവവും ഇത് ആകാശ സൂക്ഷ്മതനു നാരായണായ നമഃ. അതായത് ഈ പറയുന്ന പ്രത്യേക രാഗവും നാദ പ്രയോഗവും ഒക്കെ ചെന്ന് എത്തുന്നത് ഒരു പ്രണവം എന്ന് പറയുന്ന ആ ഒരു മന്ത്രത്തിലാണ്.
അപ്പൊ പ്രണവം എന്ന് പറയുന്ന ഓങ്കാരത്തിൽ നിന്നാണ് ഇതെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന സപ്തസ്വരങ്ങളും അതുപോലെ തന്നെ നാദങ്ങളും രാഗങ്ങളും ഗമകങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ അക്ഷരങ്ങളും അതുപോലെ ഒരുപാട് അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങൾ ഏകാക്ഷരത്തില് ഇത് അടങ്ങുന്നു. അപ്പോൾ ഒരു ഏകാക്ഷരമായിട്ടുള്ള ഓം എന്ന് പറയുന്ന ആ അക്ഷരത്തില് ഇതെല്ലാം അടങ്ങുന്നു. എല്ലാ മന്ത്രങ്ങളും എല്ലാ ശബ്ദങ്ങളും ആ ഏകാക്ഷരത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ ഏകാക്ഷരവും അതുപോലെ തന്നെ ഈ പറയുന്ന ആകാശവും ഈ പറഞ്ഞ പരവ്യോമവും അതുപോലെ തന്നെ ഈ നാദവും എല്ലാം ഇതെല്ലാം ആ, അടങ്ങുന്ന ഇതിന്റെ എല്ലാം മൂലസ്വരൂപിയായിട്ടുള്ള ആ ഒരു കാരുണികനായിട്ടുള്ള പരമാത്മാവായിട്ടുള്ള നാരായണന് നമസ്കാരം എന്നാണ് ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത 42ാമത്തെ ശ്ലോകം. ഇതിന്റെ ശരിക്കുള്ള അർത്ഥം പറയണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അതിന്റെ ഈ ഓരോ നാദങ്ങളും അതുപോലെ രാഗങ്ങളും ഏതൊക്കെയാണ്, അവ എങ്ങനെയൊക്കെയാണ് ഒന്നിക്കുന്നത്, അതുപോലെ തന്നെ അതുപോലെ ഏകശ്രുതി ഏതാണ്, ആ ശ്രുതിയുടെ വിഭാഗങ്ങള്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്താണ് പറയുന്ന ആചാര്യന്മാരൊക്കെ ഒരുപാട് ഈ തുഞ്ചത്തിൽ എഴുത്തച്ഛൻ ഇതിന്റെ ഈ അക്ഷരങ്ങൾ ചേർത്ത് എഴുതി പോയതുകൊണ്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് മലയാളം ആണെങ്കിൽ കൂടിയും. പക്ഷെ ഇതിന്റെ ആ ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗമകങ്ങള്, ആ ശ്രുതികള്, രാഗങ്ങള്, അങ്ങനെയുള്ള എല്ലാം പറഞ്ഞിട്ട് അതിൽ കൂടെ ഈ ഒരു ഏകാക്ഷരം എന്ന് പറയുന്ന അതിൽ ഇതെല്ലാം അടങ്ങുന്നു എന്ന് കൊണ്ടെത്തിക്കുമ്പോഴാണ് ഈ ശ്ലോകത്തിന്റെ വിവർത്തനം എന്ന് പറഞ്ഞ് ശരിയായിട്ടും പൂർത്തിയാകുന്നത്. ഇനി അടുത്ത ശ്ലോകം 42. ദംഭാതിദോഷമുടനിട്ടും കളഞ്ഞു ഹൃതി മുമ്പേ നിജാസനമുറച്ചേക നാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഡംബാതിദോഷമുടനിട്ടും കളഞ്ഞു ഹൃതി മുമ്പേ നിജാസനമുറച്ചേക നാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ. ഈ ഡംബ് എന്ന് പറഞ്ഞ എന്താണ്? മതമത്സരാദി അഷ്ടരാഗങ്ങളും ഹൃദയത്തിൽ നിന്നും ഒഴിച്ചു മാറ്റി ശുദ്ധി വരുത്തി ആദ്യം തനിക്ക് എളുപ്പമായി തോന്നുന്ന ഒരു ഇരിപ്പ് അഭ്യസിച്ചുറപ്പിച്ച് പ്രാണായാമ പരിശീലനം കൊണ്ട് സൂക്ഷ്മനാഡിയെ ബലപ്പെടുത്തി പ്രാണനെ അതിൽ പ്രവേശിപ്പിച്ച് 6 ആധാരങ്ങളും കടത്തി ആജ്ഞാചക്രത്തിനുപരി എത്തിക്കുന്നതിന് വിഷമങ്ങൾ നീക്കി അനുഗ്രഹിക്കുക ഹരി നാരായണ. അപ്പം ഇതാണ് പറഞ്ഞിരിക്കുന്ന ആ യോഗ, ആ ഒരു പ്രോസസ്സാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിച്ച ധ്യാനയോഗവുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സംഭവമാണ് അല്ലെ. അപ്പം എന്താണ്? ഡംബാദി ദോഷമുടനിട്ടും, അത് ഏതൊക്കെയാണ്? മതം, മത്സര്യം, രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം എന്നീ അഷ്ടരാഗങ്ങളാണ്. ഈ ഇത്ര അഷ്ടരാഗങ്ങളുള്ള നമുക്ക് മുന്നോട്ടുള്ള സ്പിരിച്വൽ പ്രോസസ്സിന് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് അല്ലെ. മതം, മാത്സര്യം, രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, ഈ അഷ്ടരാഗങ്ങളൊക്കെ മാറ്റി ഹൃദയം ശുദ്ധി വരുത്തി പിന്നെ എന്താണ് ഒരു ആസനമൊക്കെ ഉറപ്പിച്ച് ഇരുത്തി. ആ ആസനം എന്താണ്? പ്രാണായാമ, പ്രത്യാഹാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ആസനങ്ങളൊക്കെ ഇരുത്തി പ്രാണായാമം നമ്മുടെ ശ്വാസത്തെയൊക്കെ നിയന്ത്രിച്ച് സൂക്ഷ്മനാഡിയെ ബലപ്പെടുത്തി എന്താണ് സുഷുപ്ന നാഡിയെ, നമ്മുടെ നാഡികളുണ്ടല്ലോ 3 നാഡികള്, ഇട, പിങ്കള, സുഷുപ്ന എന്ന് പറയുന്ന നട്ടലിനെ ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്ന ആ 3 നാഡികളെ ബലപ്പെടുത്തി ആ നാഡിയിൽ കൂടെയാണ് ഈ ഊർജം മൂലാധാരത്തിൽ നിന്ന്, ഈ മൂലാധാര ചക്രത്തിലുള്ള ആൾക്കാരെന്താണ് വളരെ ലോവർ കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും അല്ലെ. അത് കഴിഞ്ഞ് മൂലാധാര ചക്രത്തിൽ നിന്ന് ഉയർത്തി 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 നമ്മൾ അതിനെ എന്താണ് ഈ ബ്രഹ്മരന്ധ്രം വരെ ഉയർത്തണം, അല്ലെങ്കിൽ സഹസ്രാരതല പത്മം വരെ അതിനെ ഉയർത്തി എടുക്കുന്ന ആ ഒരു പ്രോസസ് ഇടാപിംഗ്ല സുഷുപ്നയിൽ കൂടിയാണ് ഈ ഊർജശക്തിയെ അല്ലെങ്കിൽ ഈ പ്രാണശക്തിയെ ഉയർത്തി കൊണ്ടുപോകുന്നത്. ആ ഉയർത്തി കൊണ്ടുപോകുന്ന ആ ഒരു പ്രോസസ്സ് അങ്ങനെ ഈ 6 ആധാരങ്ങളും കടന്ന് 6 പടികളും കടന്ന് ആജ്ഞാചക്രത്തിൽ എത്തിക്കുന്നതിന് ഉള്ള വിഷമങ്ങൾ നീ നീക്കി തരണം അല്ലയോ ഭഗവാനെ. അപ്പൊ ഇത് യോഗയുടെ ഒരു പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഡംബാദി ദോഷമുടൻ എട്ടും കളഞ്ഞു ഹൃതി മുമ്പേ നിജാസനമുറച്ച് ഏകനാടിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിന്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം. അതാണ് ഇവിടെ പറയുന്നത്. നിലയാറും കടപ്പതിന് തുമ്പങ്ങൾ, അതായത് തടസ്സങ്ങൾ.
തീർക്ക ഹരി നാരായണായ നമ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉള്ളവർക്ക് തുടരാം. വാഞ്ചകൽപതരൂപശ്ച കൃപാസിന്ധുദേവശ്ച പതിതന്നാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്റെ കീജ, അനന്തകോടി ആചാര്യ കീജ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി.